ഹരേ കൃഷ്ണ. ഹരി ഓം തത്സത്. നമുക്ക് ഇന്നത്തെ ശ്ലോകം മുപ്പത്തൊന്നല്ലേ? ഭഗവത്ഗീത യഥാരൂപം അധ്യായം 1 കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെ സൈന്യ നിരീക്ഷണം. ശ്ലോകം 31. ന ച ശ്രേയോ അനുപശ്യാമി ഹത്വാ സ്വജനമാഹവേ ന കാംക്ഷേ വിജയം കൃഷ്ണ ന ച രാജ്യം സുഖാനി ച ന ച ശ്രേയോ അനുപശ്യാമി ഹത്വാ സ്വജനമാഹവേ ന കാംക്ഷേ വിജയം കൃഷ്ണ ന ച രാജ്യം സുഖാനി ച ന ച ശ്രേയോ അനുപശ്യാമി ഹത്വാ സ്വജനമാഹവേ ന കാംക്ഷേ വിജയം കൃഷ്ണ ന ച രാജ്യം സുഖാനി ച. ഹരേ കൃഷ്ണ. ന ച ശ്രേയോ അനുപശ്യാമി ഹത്വാ സ്വജനമാഹവേ ന കാംക്ഷേ വിജയം കൃഷ്ണ ന ച രാജ്യം സുഖാനി ച. ന ച ശ്രേയോ അനുപശ്യാമി ഹത്വാ സ്വജനമാഹവേ ന കാംക്ഷേ വിജയം കൃഷ്ണ ന ച രാജ്യം സുഖാനി ച. ഹരേ കൃഷ്ണ. ഇതിന്റെ വിവർത്തനം, വേർഡ് മീനിങ്: ആഹവേ യുദ്ധത്തിൽ, സ്വജനം ബന്ധുക്കളെ, ഹത്വ കൊന്നിട്ട്, ശ്രേയച്ച ഒരു നന്മയും, ന അനുപശ്യാമി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, കൃഷ്ണ കൃഷ്ണ വിജയം ജയവും, രാജ്യം ച രാജ്യവും, ന കാംക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നില്ല, സുഖാനി ച സുഖങ്ങളെയും, ന കാംക്ഷേ ആഗ്രഹിക്കുന്നില്ല. വിവർത്തനം ബന്ധുക്കളെ യുദ്ധത്തിൽ കൊല്ലുന്നത് കൊണ്ട് എങ്ങനെ എന്ത് ഗുണമുണ്ടാവുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, കൃഷ്ണ എനിക്ക് വിജയം ആവശ്യമില്ല, രാജ്യമാവട്ടെ സുഖമാവട്ടെ എനിക്ക് വേണ്ട. അപ്പോ നമ്മള് കഴിഞ്ഞ 3 ശ്ലോകം, അതായത് 28, 29, 30 അല്ലെ, 3 ശ്ലോകം നമ്മൾ കണ്ടു. അപ്പൊ 28 തുടങ്ങി പറയുന്നത് 28, 29, 30 നമ്മൾ കണ്ടത് കമ്പാഷൻ ആണ് അല്ലെ, അനുകമ്പയായിരുന്നു അല്ലെ. അതായത് ബന്ധുജനങ്ങളെ അല്ലെങ്കിൽ സുഹൃത്തുക്കളെ കണ്ടപ്പോൾ അർജുന് ഒരു ക്വാളിറ്റിയാണ്, മനുഷ്യസഹജമായ ക്വാളിറ്റി വന്നു, അനുകമ്പ വന്നു. അപ്പോ നമ്മള് അവിടെ കണ്ടു യുദ്ധം ചെയ്യാതിരിക്കാനുള്ള ഫസ്റ്റ് റീസൺ ആണ് അത്. അപ്പൊ നമ്മൾ ഇനിയിപ്പോ കുറെ കാരണങ്ങൾ ഓരോ ശ്ലോകങ്ങളിലായിട്ട് ലിസ്റ്റ് ചെയ്ത് കൊണ്ടുവരും. ഇതെല്ലാം നമ്മളുമായിട്ട് അർജുന്റെ എക്സാമ്പിൾ പറയുമ്പോൾ ഇതെല്ലാം നമ്മുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ പറയും, ഇതെല്ലാം കണക്റ്റഡ് ആണ്. അപ്പോ ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് റീസൺ യുദ്ധം ചെയ്യാത്തതിന് കാരണം നമ്മൾ പറഞ്ഞതാണ്. അപ്പുറത്തെ സൈഡിൽ കണ്ടതെല്ലാം ബന്ധുക്കളാണ് അല്ലെ, ബന്ധുക്കളെ കണ്ടു, സുഹൃത്തുക്കളെ കണ്ടു. അപ്പൊ യുദ്ധം ചെയ്യാനുള്ളൊരു കാര്യം. അപ്പോൾ നമ്മൾ അവിടെ കണ്ടത് ഈ 28, 29, 30 ശ്ലോകങ്ങളിൽ നമ്മൾ കണ്ടത് അവയവങ്ങൾ തളരുന്നു അല്ലെ, പിന്നെ എന്താണ്, മുഖം വരളുന്നു, നമ്മളെ ചുണ്ട് വരളുന്നു, വായു വരളും, പിന്നെ ശരീരം വിറയ്ക്കുന്നു, രോമാഞ്ചം, ഗാന്ധീവം താഴെ സ്ലിപ്പായി പോകുന്നു, തൊലി ചുട്ട് പൊള്ളുന്ന പോലെ തോന്നുന്നു, ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല, എന്നെ തന്നെ മറന്നു പോകുന്നു കണ്ടോ, പിന്നെ മനസ്സ് ചുറ്റിക്കറങ്ങുന്നു. എല്ലാം ഇതുപോലെ ദൗർഭാഗ്യ ലക്ഷണങ്ങൾ കാണുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു ഇതെല്ലാം കാണുന്നത് എപ്പോഴാണ്? 2-3 കാരണങ്ങൾ. ഒന്ന് ഭയങ്കരമായ എക്സ്റ്റസിയിൽ പോകും, ഒരു ആനന്ദത്തിൽ പോകും, അല്ലെങ്കിൽ ഡിപ്രഷൻ അല്ലെങ്കിൽ ഒരു സാഡ് സ്റ്റേജിലേക്ക് പോകും. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ആഴ്ച നമ്മൾ കണ്ടു ഇവിടെ ആനന്ദമല്ല അല്ലെ, ഇത് കണ്ടിട്ടുള്ള ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ ഒരു ദുഃഖം അല്ലെങ്കിൽ ഒരു ഭയം ഉണ്ട് അവിടെ. അർജുനന് ഭയമല്ല, യുദ്ധം ചെയ്യാനുള്ള ഭയമല്ല. അത് എന്ത് ഭയമാണ്? നമ്മൾ പറഞ്ഞു മറ്റുള്ളവർ മരിക്കുമല്ലോ എന്നുള്ള ഭയമാണ്. മരണഭയം അർജുനന്റെ മരണഭയമല്ല, അത് മറ്റവര് മരിക്കുമല്ലോ എന്നുള്ള ഭയം.
അപ്പോ ഇവിടെ നമ്മൾ കാണുന്ന വെച്ചാല് ഈ മനോദൗർബല്യം, അതായത് മനസ്സ് അവിടെ ഉടക്കുന്നു അല്ലെ, ആ ബന്ധുക്കളിൽ ഉടക്കുന്നു. അപ്പൊ അതിന്റെ ഒരു ആത്മവിസ്മൃതിയാണ് നടക്കുന്നത്. അപ്പൊ ഇവിടെ കാണുന്നത് ആൻസൈറ്റി, ഫിയർ, ഡിപ്രഷൻ, അതായത് നമ്മൾ കാണുന്നില്ലേ വിഷാദം, ഡിപ്രഷൻ, വിഷാദം, പിന്നെ ഫിയർ, ഭയം, ആൻസൈറ്റി, ഉത്കണ്ഠ, ഇതൊക്കെ മനുഷ്യന് വരുന്ന ഒരു സ്റ്റേജുകളുണ്ട് അല്ലെ. ഇത് നമുക്ക് ഓരോ ദിവസവും ഉണ്ടാവും. ഇത് നമുക്കൊരു പ്രത്യേക കാലഘട്ടത്തിലല്ല, ഒരു ദിവസം തന്നെ ഇതൊക്കെ നമ്മളിൽ വന്നു പോകും. ഓരോ കാരണങ്ങൾ കേൾക്കും. കാരണം അത് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ചഞ്ചലം, ഭീമനം, നമ്മുടെ മനസ്സ് അത്രയും ഫ്ലെക്സ്. അപ്പൊ നമ്മൾ ആ മനസ്സിനെ സ്റ്റഡിയാക്കാനുള്ള ഒരു പ്രോസസ്സിലേക്കാണ് വരാനാണ് നമ്മൾ സാധനങ്ങളെല്ലാം ചെയ്യുന്നത്. കാരണം ഇങ്ങനെ ഫ്ലെക്സിബിൾ ആയി നിന്നാൽ ഒരു വലിയ എക്സാമ്പിളാണ് നമ്മൾ കാണുന്നത്. എത്രയോ വലിയൊരു യുദ്ധം, ഒരു അധർമ്മത്തിന് ജയിക്കേണ്ട ആളാണ് ഇപ്പൊ ലാസ്റ്റ് മിനിറ്റിൽ അവിടെ കിടന്ന ഒരു ചാഞ്ചല്യം വരുന്നു. ആ ഫ്ലെക്സിബിൾ അല്ലെ, അർജുനൊട്ട് വരാൻ പാടില്ല ആ സിറ്റുവേഷൻ. നമ്മുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് ഓരോ കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമുക്ക് അത് സംഭവിക്കും. അപ്പോ ഇതാണ് നമ്മൾ ഇതുവരെ കണ്ടത്. ഇനി മുമ്പത്തെ ശ്ലോകം ഇവിടെ അർജുനൻ പറയുന്നത് എന്താന്ന് നോക്കി. ഇതാണ് ഇനി ബുദ്ധിപരമായ ഒരു വാദമാണ്. അർജുനൻ വാദിക്കുകയാണ് സത്യത്തിൽ. ഇത് കോടതിയിൽ വക്കീൽ വാദിക്കുന്നില്ല. കാരണം അർജുനൻ യുദ്ധം ചെയ്യേണ്ടി വരും എന്നുള്ളതായി കൃഷ്ണൻ യുദ്ധം ചെയ്യിപ്പിക്കുന്നു അർജുനൻ. അപ്പൊ കൃഷ്ണനോട് വാദിക്കുകയാണ് ബേസിക്കലി അർജുനൻ. അപ്പോ ഈ വാദത്തിൽ ഇപ്പൊ ഒരു ഇന്റലക്ച്വൽ ആർഗ്യുമെന്റ് ആണ് ഇനി കൊണ്ടുവരാൻ. അപ്പൊ ഇതുവരെ നമ്മൾ കണ്ടത് കമ്പാഷൻ ബേസ്ഡ്, റീസൺ 1, യുദ്ധം ചെയ്യാനുള്ള റീസൺ 1 പറഞ്ഞു. എനിക്ക് കമ്പാഷൻ, അവരെ കണ്ടു, അതാണ് ആ കാരണം. ഇനി ഒരു ഇന്റലക്ച്വൽ ആർഗ്യുമെന്റ് അർജുനൻ കൊണ്ടുവരാണ്. ബന്ധുക്കളെ യുദ്ധത്തിൽ കൊണ്ടുവന്നുകൊണ്ട് എങ്ങനെ എന്ത് ഗുണം ഉണ്ടാവുമെന്ന് എനിക്ക് മനസ്സിലാവും. നമ്മൾ പറയില്ല ഇതൊക്കെ ചെയ്തിട്ട് എന്ത് ഗുണം ഉണ്ടാവും. അർജുനൻ ആ രീതിയിൽ ഫിലോസഫിയൊക്കെ എടുത്തു തുടങ്ങി. എന്നിട്ട് പറയുകയാണ്, കൃഷ്ണ എനിക്ക് വിജയം ആവശ്യമില്ല, എനിക്ക് വിക്ടറി വേണ്ട, രാജ്യം വേണ്ട, കിങ്ഡം വേണ്ട, സുഖം വേണ്ട, ഹാപ്പിനെസ്, ഇതൊന്നും എനിക്ക് വേണ്ട. ഈ ആൾക്കാരെ കൊണ്ടിട്ട് ഈ സാധനം എനിക്ക് വേണ്ട. സെക്കൻഡ് റീസൺ കൊണ്ടുവരിക. ഇതൊന്നും ഇവരെ ഹത്വ അല്ലെ, ഇവിടെ പറയുന്നത് എന്താണ്, നച്ച ശ്രേയോ അനുപശ്യാമി. അപ്പോ ഇവിടെ ഇവരെ കൊണ്ടുവന്നിട്ട്, അതായത് അനുപശ്യാമി, ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, എന്നാ അനുപശ്യാമി, ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്ത് ശ്രേയസ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഹത്വ സ്വജനമാഹവേ, ഹത്വ കൊന്നിട്ട്, ആരെ, സ്വജനങ്ങൾ, സ്വന്തം ആൾക്കാരെ കൊന്നിട്ട് ന്യായമായ അല്ലെ നമുക്ക് തോന്നുന്നുണ്ടല്ലോ. അർജുനന്റെ കൂടെ തന്നെ നമ്മൾ നിൽക്കുകയാണ് ഇപ്പൊ അല്ലെ. പറയുന്നതിൽ യാതൊരു തെറ്റും നമുക്ക് തോന്നുന്നില്ല. പറയുന്ന ആദ്യം വാസ്തവമാണ്. ഇപ്പോ എന്തുകൊണ്ടാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പോ നമ്മള് ഒരു സ്കിറ്റ് പോലെ വിചാരിച്ചു, നാടകം പോലെ അവിടുത്തെ സിറ്റുവേഷൻ വിചാരിച്ചു കഴിഞ്ഞാൽ കൃഷ്ണൻ പറയുന്നുണ്ടാവും, ഇതിനകത്ത് ഉണ്ടാവും. കൃഷ്ണൻ പറയുന്നത് അർജുന റെഡിയായി തുടങ്ങിക്കോ എന്ന് പറയുന്നുണ്ടാവും. അപ്പൊ നിനക്ക് രാജ്യം, നമുക്ക് രാജ്യം, നിനക്ക് രാജാവാകാം എന്നൊക്കെ ഇവിടെ പല ഡയലോഗ്സ് നടക്കുന്നുണ്ടാവും. നമുക്ക് എഴുതി കിട്ടിയിട്ടുള്ളത് ഇത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ഡയലോഗ്സ് എടുക്കും. അപ്പൊ അദ്ദേഹം അതുകൊണ്ടായിരിക്കും അർജുൻ അതിനെ പറയുന്നത് കൃഷ്ണന്റെ അല്ലെങ്കിൽ കൃഷ്ണനോട് പറഞ്ഞിട്ടുണ്ടാവാം. അപ്പൊ അർജുനൻ പറയാണ്, എനിക്ക് അവരെ കൊന്നിട്ട് എനിക്ക് നീ പറയണ്ട രാജ്യവും വേണ്ട, വിജയവും വേണ്ട, എനിക്കൊന്നും വേണ്ട എന്ന് പറയും. അപ്പൊ ഇവിടെ അതാണ് ഞാൻ കാംക്ഷ, ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയും. ഇവിടെ ഈ ഭാവാർത്ഥം ഞാൻ മുഴുവൻ വായിക്കാനില്ല, കുറച്ച് ഭാഗങ്ങളായിട്ട് വായിക്കാം. ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, കുറച്ച് വായിക്കാം. ബദ്ധരായ ജീവാത്മാക്കൾ തങ്ങളുടെ യഥാർത്ഥമായ പ്രതിപത്തി വിഷ്ണുവിൽ അഥവാ കൃഷ്ണനിലാണെന്ന് സത്യം മനസ്സിലാക്കാതെ ശാരീരിക ബന്ധങ്ങളാൽ ആകൃഷ്ടരാകുകയും അങ്ങനെ സന്തോഷിക്കാമെന്ന് ആശിക്കുകയും ചെയ്യും. നമ്മൾ പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റാണ്. അതായത് ഭൗതികമായി മെറ്റീരിയൽ കാര്യങ്ങളിൽ നമ്മൾ ബോണ്ടേജ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഭഗവാനെ മറന്നുപോകും. ബേസിക്കലി നമ്മുടെ ജന്മമൃത്യു ജരാബാധയുടെ ഒറ്റ കാരണം എന്താണ്? ഈ മറവിയാണ്. ഭഗവാൻ അവിടെ പരമാത്മാ രൂപയാണ് നമ്മുടെ ഉണ്ട്, പക്ഷെ നമ്മൾ ആ ഉള്ളിലുള്ള ആളെ മറന്നുപോകും. ആ മറവിയാണ് നമുക്ക് റീബർത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴാണോ നമ്മൾ ആ ഓർമ്മ, ആ ഡയറക്റ്റ് ഗോഡ് ഫാദറുമായിട്ട് ലിങ്ക് ആക്കുന്നത്, അതോടുകൂടി നമ്മൾ രക്ഷപ്പെടുന്നുള്ളത്. അതാണ് ഇവിടെ പറയുന്നത്. എന്നിട്ട് നമ്മൾ വിചാരിക്കും ഇതെല്ലാം നമുക്ക് ഈ ഭൗതികമായ കാര്യങ്ങൾ വെച്ചപ്പോൾ സുഖിക്കാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ ഇതെല്ലാം ടെമ്പററിയാണ്. അപ്പൊ ജീവിതത്തെ കുറിച്ചുള്ള അന്ധമായ ആശയഗതി മൂലം ഭൗതിക സുഖാനുഭവങ്ങൾക്ക് കാരണമെന്തെന്ന നിയമങ്ങൾ, കാരണം എന്തെന്നുകൂടി അവർ മറന്നുപോകുന്നു. ഒരു ക്ഷത്രിയന് വേണ്ടുന്ന ധാർമ്മിക നിയമങ്ങൾ പോലും അർജുനൻ മറന്നതുപോലെ തോന്നുന്നു. എത്രയും പ്രഭാവപൂർണവും ജ്വലിച്ചുകൊണ്ടിരിക്കുന്നതുമായ സൗരമണ്ഡലത്തിൽ പ്രവേശിക്കാൻ രണ്ടു കൂട്ടർക്കേ അർഹതയുള്ളൂ എന്ന് പറയപ്പെടുന്നു. സ്ക്രിപ്റ്റേഴ്സിൽ നിന്ന് കോട്ട് ചെയ്യുന്നതാണ് പ്രഭാവം. കൃഷ്ണന്റെ നിർദ്ദേശമനുസരിച്ച് യുദ്ധക്കളത്തിൽ വീണ് മരിക്കുന്നവരും ലൗകിക ജീവിതം ത്യജിച്ച് ആധ്യാത്മിക സംസ്കാരത്തിന് സ്വയം സമർപ്പിച്ചവനും. അതായത് നമ്മൾക്ക് ഒരു ലിബറേഷൻ അല്ലെങ്കിൽ നമുക്കൊരു അപ്ലിഫ്റ്റ് ഉണ്ടാകാൻ രണ്ട് ഇത് പറയുന്നതാണ് ഇവിടെ സ്ക്രിപ്റ്റേഴ്സിൽ നിന്ന് കോട്ടി. ഒന്ന് യുദ്ധത്തിൽ വീരമൃത്യു വരിച്ചു എന്ന് പറയില്ല, വീരമൃത്യു
പ്രാപിച്ചവരും പിന്നെ ലൗകിക ജീവിതം, നമ്മുടെ ഈ ലൗകികമായ ഈ ഇങ്ങനെ മെറ്റീരിയൽ ബോണ്ടേജ് ഒന്നും ഇല്ലാതെ ഇത് ഉപേക്ഷിച്ച് പോകുന്നവർ. അത് ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒട്ടും നമ്മളെ സംബന്ധിച്ച് എന്താണ് ഇമ്പോസിബിൾ ടാസ്ക് എന്നാണ് നമ്മളിപ്പോൾ പറയും. അതിനെ പോസിബിൾ ആക്കാനാണ് നമുക്ക് ഈ മനുഷ്യജന്മം കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ രണ്ട് കൂട്ടരൊക്കെ അത് എന്നിട്ട് ആധ്യാത്മിക സംസ്കാരത്തിൽ സ്വയം സമർപ്പിച്ചാൽ നമ്മൾ സറണ്ടർ ടു കൃഷ്ണ, നമ്മുടെ എല്ലാ ഭൗതിക കാര്യങ്ങളും വിടുക എന്നുള്ളതാണ്. പറയുമ്പോൾ നമുക്ക് നല്ല ഫിലോസഫിക്കലായിട്ട് തന്നെ തോന്നുള്ളൂ, നടക്കണ കാര്യമല്ല എന്ന് നമ്മൾ മനസ്സിൽ പറയും. ബന്ധുക്കളെ എന്നല്ല ശത്രുക്കളെ പോലും ഹിംസിക്കാൻ അർജുൻ ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചു വെച്ചാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന കൗരവരെന്നല്ല, സ്വന്തം പക്ഷത്തെ എന്നെ സഹായിക്കാമെന്ന് ഇവര് മരിച്ചു പോലും എന്നുള്ള ചിന്തയൊക്കെ വന്നിട്ട് കമ്പാഷൻ അതെല്ലാം വന്നിട്ട് ഇപ്പൊ രാജ്യം വരെ വേണ്ട എന്നുള്ള സമയത്താണ്. ഇനി ഇവിടെ ഒരു എക്സാമ്പിൾ പറയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു അല്ലെ, നമ്മള് അദ്ദേഹത്തിന്റെ കർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന കാര്യം, ഒരു മജിസ്ട്രേറ്റിന്റെ കാര്യം പറഞ്ഞു അല്ലെ. മജിസ്ട്രേറ്റ് ഒരാളെ കൊണ്ടുവന്നിട്ട് അയാളുടെ അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പായി, പക്ഷെ അയാൾ ഇദ്ദേഹത്തിന്റെ അടുത്ത ആളായതുകൊണ്ട് എന്ത് ചെയ്യും, ശിക്ഷിക്കാത്ത വിടും. ചെയ്യാൻ പാടുണ്ടോ? ഒരിക്കലും പാടില്ല. വളരെ ക്ലിയർ ആണ് അല്ലെ. അങ്ങനെ ചിന്തിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായി അർജുനെ അവിടെ കിട്ടുമെങ്കിൽ അർജുനൻ ചെയ്ത്. അതുപോലെ തന്നെ ഇവിടെ പ്രഭാതിര ഒരു എക്സാമ്പിൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. വിശപ്പ് തോന്നാത്ത ഒരാൾ ഭക്ഷണം പാകം ചെയ്യാൻ ഇഷ്ടപ്പെടാത്തതുപോലെ നിരാശ കൊണ്ട് കാട്ടിൽ പോയി ഏകാന്ത ജീവിതം നയിക്കാൻ ആദ്യം. വിശപ്പ്, അതായത് ഇപ്പൊ ഒരു വീട്ടില് ഭക്ഷണം ഉണ്ടാക്കുന്ന അമ്മമാരാണ് പൊതുവെ ഭക്ഷണം ഉണ്ടാക്കുന്നത് അല്ലെ. അപ്പൊ ഒരു ദിവസം വീട്ടില് ദിവസവും ഭക്ഷണം ഉണ്ടാക്കുന്ന അവിടെ അവർക്ക് ഭർത്താവുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, മക്കളൊക്കെ എല്ലാവരും ഉണ്ടെന്ന് വിചാരിക്കും. പക്ഷെ ഇവർക്ക് വിശക്കുന്നില്ല, ഈ അമ്മയ്ക്ക് വിശക്കുന്നില്ല. അപ്പൊ അമ്മ തീരുമാനിക്കും എനിക്ക് വിശപ്പില്ല, ഞാനിന്നൊന്നും ഉണ്ടാക്കുന്നില്ല എന്ന് പറയാൻ പറ്റുമോ? കാരണം അവിടെ അവർക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് അല്ലെ, ഒരു കടമയുണ്ട്. അതൊരു ഒരു ബോണ്ടേജിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ അർജുനൻ ഇപ്പൊ ചെയ്യുന്നതല്ലേ സത്യത്തിൽ. കാരണം അർജുനൻ ഒരു രാജ്യത്തിന്റെ രാജാവാണ്, അവിടെ ഒരു അധർമ്മം ഉണ്ട്, ഒരുപാട് പേര് ധർമ്മപക്ഷത്ത് നിൽക്കുകയാണ്. എന്തിനാ നിങ്ങൾ ലീഡ് ചെയ്യും, ഞങ്ങൾ മരിക്കാൻ വരെ തയ്യാറാണ്, നമുക്ക് അവരെ തോൽപ്പിക്കണം, അധർമ്മം തോൽപ്പിച്ച് ധർമ്മം വേണം എന്ന് പറയുമ്പോൾ അതായത് അവർക്ക് വിശപ്പുണ്ട്. പക്ഷെ അപ്പൊ ഇദ്ദേഹം പറയണേ എനിക്ക് വിശക്കണില്ല അല്ലെ. അപ്പൊ അത് ശരിയാണോ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതൊരു എക്സാമ്പിളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതുപോലെ ഇഷ്ടപ്പെടാത്തവരെ നിരാശ കൊണ്ട് കാട്ടിൽ പോയി ഏകാന്ത ജീവിതം. ഇനിയിപ്പോ ഇവിടെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് കേട്ടോ. ഇവിടെ പറയുന്നു മറ്റേത് പ്രവൃത്തിയും ക്ഷത്രിയന് ഉചിതമല്ല, അർജുനന് പൊരുതി തിരിച്ചെടുക്കലല്ലാതെ രാജ്യത്തിന് രാജ്യമാറ്റൊരു കോപം വഴി. അല്ലെ, ഒരു ക്ഷത്രിയനാണ് അർജുനൻ അല്ലെ. അവിടെ പോയിട്ട് വേറെ ഒരു ടെക്നിക്കും നടക്കില്ല. ക്ഷത്രിയൻ എന്താ ചെയ്യേണ്ടത്? കാര്യം പറഞ്ഞു, സന്ധി സംഭാഷണം നടത്തും, ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ്? യുദ്ധമാണ്. ക്ഷത്രിയൻ അതാ പറഞ്ഞിരിക്കും. അപ്പൊ ക്ഷത്രിയൻ എന്ന നിലയിൽ തന്റെ ഡ്യൂട്ടിയായി യുദ്ധം ചെയ്ത് അർജുനൻ അത് ചെയ്തിരിക്കണം. അതാണ്. പക്ഷെ ഇത് ചെയ്യുന്നില്ല. അതിന് പകരം ഇപ്പൊ എന്താ, രാജ്യം വേണ്ട, ഒരു ഭയങ്കര ഒരു വേടാണ് പറഞ്ഞിരിക്കുന്നത്. കൃഷ്ണ എനിക്ക് രാജ്യം വേണ്ട, വിജയം വേണ്ട. ആദ്യം പറഞ്ഞു വിജയം വേണ്ട. അപ്പൊ വിജയം വേണ്ട എന്ന് പറഞ്ഞാൽ അർജുനൻ പരാജയപ്പെട്ടില്ല യുദ്ധം ചെയ്ത്. അപ്പൊ വിജയം വേണ്ട എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഇവിടുന്ന് വെട്ടിയെടുക്കണം, ഇവിടുന്ന് മാറണം. പിന്നെ രാജ്യം, അപ്പൊ രാജ്യം പോയി, രാജ്യം വേണ്ട. പിന്നെ ഇത് വേണ്ട, എന്താണ്, രാജ്യം വേണ്ട. പിന്നെ എന്താ, സുഖം വേണ്ട. ഓക്കെ, ആ ഹാപ്പിനെസ്, അതായത് അതുമൂലം രാജകീയ സുഖങ്ങൾ വേണ്ട. രാജ്യം ഇല്ലാത്ത ഒരു ക്ഷത്രിയന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. ഒരു ക്ഷത്രിയനാണ്, രാജാവാണ്, അയാൾക്ക് രാജ്യമില്ലെങ്കിൽ അയാൾക്ക് ആ ക്ഷത്രിയ രക്തം അയാളുടെ ഉള്ളിടത്തോളം, ആ സംസ്കാരം അയാളുടെ ഉള്ളിടത്തോളം അയാളിപ്പോ വിചാരിക്കണം അർജുനൻ കാട്ടി പോയിട്ട് ഞാൻ ഇനി വെറുതെ ഇരുന്ന് എന്തെങ്കിലും വെറുതെ ജപിച്ചോണ്ടിരിക്കാം. പക്ഷെ അയാൾക്ക് സാധിക്കില്ല. ലാസ്റ്റ് ലൈനിൽ പ്രഭാതർ പറയുന്നുണ്ട് ആ പർപ്പറ്റിന്റെ, ഈ നിലയിൽ കാട്ടിൽ പോയി നിരാശാപൂർണമായ ഏകാന്ത ജീവിതം നയിക്കാൻ മാത്രമേ തരമുള്ളൂ. എന്തുകൊണ്ടാണ് അവിടെ നിരാശാപൂർണമായ ഏകാന്ത ജീവിതം എന്ന് പറയുന്നത്? വേണമെങ്കിൽ പറയാമല്ലോ, ഇതിന് പകരം കാട്ടിൽ പോയി വളരെ ശാന്ത മനസ്സോട് കൂടിയിട്ട് ഏകാന്ത ജീവിതം എന്ന് പറയില്ല, നിരാശാപൂർണ്ണം. എന്താണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റാണ്. നമ്മൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യം അർജുനെ സംബന്ധിച്ച് അർജുനൻ പറഞ്ഞിട്ടുള്ളത് ക്ഷത്രിയ ധർമ്മമാണ്. അദ്ദേഹം വാളെടുത്ത് യുദ്ധം ചെയ്ത് ഈ വാശി വീറുള്ള ആളാണ്. ഇപ്പോഴൊരു താൽക്കാലിക ഒരു സിറ്റുവേഷൻ, ആ മനോദൗർബല്യം, ആ അപ്പുറത്തുള്ളത് ബന്ധുക്കളെ സുഹൃത്തുക്കളെ കണ്ടതിന്റെ അതുകൊണ്ടുള്ള ആ ഒരു ചേഞ്ച് കൊണ്ട് ഇപ്പൊ ഇത് വേണ്ടാന്ന് വെച്ച് അദ്ദേഹം പോയി കഴിയുമ്പോൾ എന്ത് പറ്റും? ഉള്ളിലുള്ള ആ ഭാവം പോവില്ല, ഒരിക്കലും ആ ആഗ്രഹം പോവില്ല. അപ്പൊ എന്ത് പറ്റും? അവിടെ ചെന്ന് റിഗ്രറ്റ് തുടങ്ങും. അപ്പൊ അവിടെ ചെന്നിരിക്കും വേണ്ടായിരുന്നു എനിക്ക്, കാരണം പറ്റില്ല, ക്ഷത്രിയനായിട്ടൊരു ഒരാൾക്ക് അത് സാധിക്കില്ല. ഇത് തന്നെ നമ്മൾക്കെല്ലാം സംഭവിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ചിലപ്പോൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചില പ്രത്യേക സിറ്റുവേഷനിൽ നമ്മൾ വേണ്ടാന്ന് വെച്ച് മാറിയാലും നമുക്ക് ഒരിക്കലും മനസ്സംതൃപ്തി ഉണ്ടാകും. അപ്പൊ നമ്മള് മനസ്സിലാക്കണം, നമ്മൾക്ക് ഡെയിലി ലൈഫിൽ പലപ്പോഴും നമുക്ക് പോലെ ചിലർ പറയില്ലേ, ഞാൻ പറയാറുണ്ട് എപ്പോഴും, കുറെ കാര്യങ്ങൾ ചെയ്ത് എന്നാലും ഒരു സംതൃപ്തി ഇല്ലായ്മ, ഒരു അൺസാറ്റിസ്ഫാക്ഷൻ. അതിന് കാരണങ്ങൾ ഒന്ന് ഇതാണ്, കാരണം എവിടെയോ ഒരു മിസ്മാച്ച് സംഭവിക്കും.
എവിടെ ഒരു അതായത് ചെയ്യേണ്ടെന്നായ ഒരു കാര്യങ്ങൾ എന്തോ കാലം, ഫോർ എക്സാമ്പിൾ പറയാം, എല്ലാവർക്കും അനുഭവം ഉണ്ട്. ഇപ്പൊ നമ്മളുടെ ഒരു ബന്ധു ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ സുഹൃത്ത് ഉണ്ടെന്ന് വിചാരിക്കുക. സുഹൃത്തുക്കളിൽ ഒരുപാടുണ്ടാവും, ഓഫീസിലൊക്കെ ധാരാളം ഞാനുണ്ടാവും. അപ്പോൾ അവരോട് അവരുടെ പെരുമാറ്റം നമുക്ക് പിടിക്കുന്നില്ല, പക്ഷെ പ്രശ്നം നേരിട്ട് പറയാൻ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തമ്മിൽ തല്ലലാവും, ഉടക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ പെരുമാറ്റം പിടിക്കുന്നില്ല, നമ്മൾ അഭിനയിക്കും. പക്ഷെ അപ്പോഴും നമുക്കൊരു കെട്ടുള്ളിൽ നിൽക്കും സ്ഥിരമായിട്ട്. പക്ഷെ നമ്മൾ അവരുടെ കൂടെ പോയിക്കൊണ്ടിരിക്കും, പക്ഷെ നമുക്കൊരു സംതൃപ്തി ഉണ്ടാവില്ല. ശരിയല്ലേ? ഇതാണ് സംഭവം, അതിന്റെ സയൻസ് ആണ്. അതിന് കാരണം നമ്മുടെ ഉള്ളിൽ ഒരു കാര്യം കിടക്കുന്നത് അത് തുറന്നു പറയാനുള്ള ധൈര്യം നമുക്ക് അവിടെ ഇല്ല, ഡ്യൂ ടു സം റീസൺ. ഇവിടെ കമ്പാഷൻ, അവിടെ ചിലപ്പോൾ കമ്പാഷൻ ആവാം, അല്ലെങ്കിൽ വേറെ പറഞ്ഞ അയാൾക്ക് വിഷമാവും. ചിലപ്പോൾ അങ്ങനെ ആൾക്കാരുണ്ട്, ചിലർ അവർ വളരെ സോഫ്റ്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് അതോടുകൂടി അയാൾ ഡൗൺ ആയി പോകും, വേണ്ട പറയണ്ട, വിഷമമുണ്ട. പക്ഷെ അത് നല്ല രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കാൻ നമ്മൾ സാധിക്കണം, അല്ലെങ്കിൽ നമ്മൾ ആരെ കൊണ്ടെങ്കിലും അത് പറഞ്ഞ് ആ കാര്യം സമർത്ഥിക്കാൻ തുടങ്ങണം. കാരണം അതൊരു നല്ല കാര്യമാണെങ്കിൽ അത് നമ്മൾ തീർച്ചയായും ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മൾ ഇതിൽ നിന്ന് നമ്മളിലേക്ക് എടുക്കേണ്ട മെസ്സേജ്. അപ്പോൾ ഇവിടെ ക്ഷത്രിയ ധർമ്മം നടപ്പിലാക്കാൻ അർജുനന് സാധിക്കാതെ അർജുനൻ കാട്ടിപ്പോയി കഴിഞ്ഞാൽ നിരാശാപൂർണം തന്നെയായിരിക്കും. ഇത് തന്നെയായിരിക്കും നമ്മളും ചില കാര്യങ്ങൾ സമയാസമയം നടപ്പിലാക്കിയില്ലെങ്കിൽ നിരാശാപൂർണമായി ആ അവസരം കഴിഞ്ഞു പോകും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അയ്യോ എനിക്ക് അന്ന് കൃഷ്ണൻ പറഞ്ഞ പോലെ യുദ്ധം ചെയ്യായിരുന്നു, ഇപ്പൊ ഞാൻ രാജാവായിട്ടിരുന്ന ഉമ്മാരെല്ലാം തീർത്തിട്ട് രാജാവായിട്ട് ഇരിക്കായിരുന്നു. അപ്പോൾ എന്തോരം പേര് എന്റെ കൂടെയുള്ളവർ രക്ഷപ്പെട്ടവര് ചെയ്തേനെ. പക്ഷെ ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല, ആകെ 5-10 പേരെ ശേഷിച്ചുള്ളൂ. അത് വേറെ കാര്യം. പക്ഷെ അത് നമുക്ക് അറിയാം, അർജുനും അറിയാം. പക്ഷെ അത് വേറെ കാര്യം. പക്ഷെ ധർമ്മയുദ്ധം നടന്നിരിക്കണമെങ്കിൽ ഇത് തന്നെയാണ് നമ്മളിലും സംഭവിക്കുക. അപ്പൊ നമ്മളിലും ഈ ധർമ്മ വരുമ്പോൾ നമ്മൾ ഇതുപോലെ യുദ്ധത്തിന് മടിച്ചു നിൽക്കാൻ പാടില്ല, ആ യുദ്ധത്തിന് ഇറങ്ങണം. അപ്പൊ ഇതാണ് ഇവിടെ ഒരു അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കുന്ന കുറച്ച് പോയിന്റ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്ന്, നമ്മള് ഉത്തരവാദിത്തപ്പെട്ട പദവി സ്വാർത്ഥ താല്പര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ മാറ്റരുത്. അവിടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് യാതൊരു സെൽഫിഷ് മോട്ടീവ്സോ സെൽഫിഷ്നെസ്സിനോ ഒന്നും ഒരു താല്പര്യമില്ല. ഒരു പൊസിഷനിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മളത് ചെയ്തിരിക്കണം എന്നുള്ളത്. അപ്പോൾ ക്ഷത്രിയൻ അല്ലെങ്കിൽ ഒരു ഭരണാധികാരി അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റർക്ക് രാജ്യമാണ് മസ്റ്റ്. അത് കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ മറ്റുള്ളവർ. ഇവിടെ രാജ്യം തട്ടിയെടുക്കുക കൂടി ചെയ്തതാണ്, അല്ലെ? ഇവരെ പറ്റിച്ചിട്ട് ഇവർക്ക് കിട്ടേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായും അതിൻ്റെതായ മൂവ് അദ്ദേഹം ചെയ്യേണ്ടതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഉള്ളിലുള്ള ആഗ്രഹം അടക്കാൻ പറ്റില്ല, അതുകൊണ്ട് തീർച്ചയായും നിരാശ തന്നെയായിരിക്കും കാട്ടിപ്പോയി ചെയ്താൽ കിട്ടും. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ഒരു ലെസൺ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മളും ഒരു അർജുനൻ ലീഡറാണ്, ക്ഷത്രിയനാണെന്ന് പറഞ്ഞ പോലെ നമ്മൾ ഓരോ വ്യക്തികളും ഇവിടെ മനുഷ്യനായി പറഞ്ഞ ഓരോ വ്യക്തി ഒരു ലീഡറാണ്. ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു ലീഡറായിരിക്കാം. വീട്ടിലായിരിക്കാം, ഓഫീസിലായിരിക്കാം, എന്തെങ്കിലും ചിലപ്പോൾ കുക്കിങ്ങിലായിരിക്കാം, ചിലപ്പോൾ പാട്ടിലായിരിക്കാം, ചിലപ്പോൾ എന്തിലും ആയിക്കോട്ടെ, പഠിപ്പിക്കുന്നതിലായിരിക്കാം, പഠിക്കുന്നതിലായിരിക്കാം, ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ലീഡറായിരിക്കും. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റീസ് നമ്മൾ ആ കാര്യത്തിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കരുത്. അപ്പൊ അതാണ്. പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ അതിന്റെ ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറഞ്ഞാൽ ഇതിനെ തിരിച്ച്, അതായത് അർജുനൻ എന്ത് ചെയ്യണം, ഇത്രയും ആൾക്കാരെ നോക്കുക, ഇത്രയും ഒരു ആൾക്കാര് റെഡിയായി നിൽക്കുകയാണ്, അല്ലെ? എന്തിനാ ഇറങ്ങി അർജുനൻ ഇങ്ങനെ പറഞ്ഞാൽ മതി, അവർ റെഡിയാണ്. അപ്പൊ അവരുടെ ആ വീര്യം കാണുക. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും ഏതിലൊക്കെ നമ്മളൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടോ, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുന്നത് വെച്ചാൽ, നമ്മൾക്ക് ആ ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ നമ്മുടെ സബോർഡിനേറ്റ്സിനെ, അല്ലെങ്കിൽ അത് ആ ക്വാളിറ്റിയിൽ നമ്മൾ ആരെയൊക്കെ നയിക്കുന്നു, കൊണ്ടു നടക്കുന്നു, അവരുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് നമുക്ക് പലതും ത്യജിക്കേണ്ടി വരും, സാക്രിഫൈസ് ചെയ്യണം. അപ്പൊ ഇവിടെ അർജുനൻ ആ കമ്പാഷൻ അല്ലെങ്കിൽ റിലേറ്റീവ്സ് അവിടെ ഉണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം, അതൊക്കെ അത് എന്റെ പേഴ്സണൽ, എനിക്കൊരു ദുഃഖം ഉണ്ടാവും, എന്തെങ്കിലും ആവട്ടെ, പക്ഷെ ഇവിടെ ഒരു ധർമ്മം ചെയ്യിക്കുന്നത് ഇത്ര ആൾക്കാരുടെ സന്തോഷമാണ് വലുത് എന്ന് ചിന്തിക്കുന്നത് പോലെ ലൈഫിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മൾക്ക് ഒരു ക്വാളിറ്റി, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ ചില പല കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ വീടുകളിൽ എടുത്താൽ കാണാം, എസ്പെഷ്യലി അമ്മമാരൊക്കെ എടുത്താൽ കാണാം. അപ്പോൾ അവരെന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാക്കിയിട്ട് അവർ അതിനെ എന്ത് ചെയ്യുന്ന വെച്ചാൽ, ചിലപ്പോൾ അതിനകത്ത് ഒരു ഭക്ഷണം കഴിക്കുന്ന ഒരു പാചകം ചെയ്യുന്നൊരു വസ്തുവായിരിക്കും എന്ന് വിചാരിക്കും, എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കി അവരതിൽ ഏറ്റവും നല്ല നല്ല പീസുകൾ ഉണ്ടെങ്കിൽ, അല്ലെ, അല്ലെങ്കിൽ നല്ല നല്ല ഭാഗങ്ങൾ അതെന്ത് ചെയ്യും, ഭർത്താവിന്, അമ്മയ്ക്ക്, അച്ഛന്, മക്കൾക്ക് കൊടുത്തിട്ട് അവസാനം വരുന്ന ചാറ് മാത്രമായിരിക്കും ഈ അമ്മ പൊതുവെ കഴിക്കുന്നത്. അത് എന്തുകൊണ്ടാണ്? അതാണ് ഒരു ത്യാഗമാണ്, ഒരു സാക്രിഫൈസ്. ആ ക്വാളിറ്റി ഭയങ്കരമായ ഒരു മനുഷ്യ ഗുണമാണ്. തിരിച്ചാണെങ്കിൽ നല്ല പീസ് എടുത്ത് ആദ്യം അടിച്ചു മാറ്റി വെച്ചിട്ട് ഇതൊക്കെ നിങ്ങൾ കഴിച്ചോ എന്ന് പറയുകയാണെങ്കിൽ അവിടെ മാറി, അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്. മനസ്സിലായി? അപ്പൊ അതൊക്കെ ക്വാളിറ്റീസ് ആണ്. അപ്പൊ ഇതെല്ലാം എക്സാമ്പിൾസ് ആണ്. അപ്പൊ നമ്മൾ ഇതിൽ നിന്നുള്ള മെസ്സേജസ് ആണ് ഞാൻ പറയുന്നത്. നമ്മുടെ ലൈഫിലേക്ക് ഭഗവത്ഗീതയുടെ മെസ്സേജസ് എടുക്കേണ്ടത് ഇങ്ങനെയാണ്.
ഇവിടെ അർജുനന്റെ ഈ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് ആ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് നമ്മൾ എങ്ങനെ എടുക്കണം. നമ്മൾ കാരണം നമ്മളിപ്പോ കുരുക്ഷേത്രത്തിൽ വാളെടുത്തൊന്നും പോയി നിൽക്കാൻ പോകുന്നത്, പക്ഷെ നമ്മുടെ വാള എവിടെയുണ്ട്? ദിവസവും വീട്ടില് ഓഫീസിലും നടക്കണ വഴിയിലൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ അതുമായിട്ട് അവിടെ ഇതിനെല്ലാം റിലേറ്റ് ചെയ്യുക. അപ്പൊ നമ്മുടെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് നമ്മൾ എടുത്തിട്ട് നമ്മൾ പറയാം 2 കൈ കൂട്ടി അടിച്ചാലേ ശബ്ദം വരും. രണ്ടുപേരും ഒരാൾ വഴക്കുണ്ടാക്കുകയാണെങ്കിൽ നമ്മള് ത്യജിച്ചേക്കാം, പോട്ടെ എന്തെങ്കിലും ആവട്ടെ. ചിലർ പറയും, കൂടെ നിൽക്കുന്നവർ പറയും വിട്ടുകൊടുക്കണ്ട, നീ പറയും പോട്ടെ. നമ്മള് അവിടെ ഓക്കെ, നമ്മൾക്ക് ഇല്ല, ഈഗോ ഇല്ല, നമ്മളവിടെ വേണ്ടാന്ന് വെച്ചു, നമ്മൾ വലിയ ആളാകുന്നില്ല, അവര് വലിയ ആളായിക്കോട്ടെ. അപ്പൊ അത് താന് അത് കെട്ടടങ്ങും എന്ന് പറയുന്ന പോലെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ഇന്നെടുക്കേണ്ട മെസ്സേജ്. അപ്പോ ത്യാഗത്തോടെ കർമ്മം ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഒരു മെയിൻ ആയിട്ടുള്ളത്. പിന്നെ വേറൊരു മെസ്സേജ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇതേ കാര്യം തന്നെ അതായത് മറ്റുള്ളവർ ഇപ്പൊ ബസ്സിൽ പോയിക്കൊണ്ട് നല്ല തിരക്കുള്ള ബസ്സാണെന്ന് വെച്ചാൽ നമ്മൾ വളരെ ലോങ് ആയിട്ട് പോകേണ്ട ആളാണ്. 60 ഗുരുവായൂർ വരെ പോകേണ്ട ആളാണ്. ഈ കൊടുങ്ങല്ലൂർ എത്തുന്നതിന് മുന്നേ വയസ്സായിട്ട് ഒരാൾ കയറി, നമ്മള് ചിലപ്പോൾ സീറ്റ് ബുക്ക് ചെയ്തിരിക്കുന്ന ആളായിരിക്കും KSRTC. പക്ഷെ അദ്ദേഹം കുറെ ദൂരത്തിലേക്ക് ഉണ്ടാക്കി നമുക്കറിയില്ല, വളരെ അവശതയാണ്. പക്ഷെ ഒരാൾ സീറ്റ് കൊടുക്കില്ല, കാരണം എല്ലാവരും സീറ്റ് ബുക്ക് ചെയ്താണ് ആള് കയറിയിട്ടുണ്ടെന്ന് വെച്ചാൽ പൊതുവെ നമ്മൾ കൊടുക്കില്ല. അതെന്ന് വെച്ചാൽ അവർക്ക് വലിയൊരു ഈഗോ നമ്മുടെ വർക്ക് ചെയ്യും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി എക്സ്ട്രാ പേ ചെയ്തിട്ട് ബുക്ക് ചെയ്ത സീറ്റാണ്, അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും ചേർന്നായിരിക്കുന്നത്. ഈ വയസ്സുവരെ ആളെ അവിടെ ഇരുത്തിക്കഴിഞ്ഞാൽ നമ്മുടെ അവിടെ ഈഗോ പറയും, എന്തിന് നീ ബുക്ക് ചെയ്ത പൈസ കൊടുത്ത് അവർ നിൽക്കട്ടെ, അവർ ബുക്ക് ചെയ്യണമായിരുന്നു. ആ സമയം നമുക്ക് തോന്നുകയാണ് എന്തെങ്കിലും ആവട്ടെ, അദ്ദേഹം അത്ര അവശനാണ്, കമ്പാഷൻ അവിടെ വർക്ക് ചെയ്യും. നമ്മൾ സാക്രിഫൈസ് ചെയ്യണം. നമ്മൾ സാക്രിഫൈസ് ചെയ്തിട്ട് നിങ്ങളെവിടെ, ഞാനും ഗുരുവായൂർ വരെ, കുഴപ്പമില്ല, നിങ്ങൾ അവിടെ ഇരുന്നു എന്ന് പറയാൻ നമുക്ക് ആത്മാർത്ഥതയോടെ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ദിസ് ക്വാളിറ്റി വിൽ കം. ഇതൊക്കെ നമ്മളിൽ നിന്ന് നശിച്ചു പോകുന്ന ക്വാളിറ്റികളാണ് ഇന്നത്തെ കാലത്ത്, അല്ലെ? അതൊക്കെ അങ്ങനത്തെ ക്വാളിറ്റീസ്. കാരണം അതിന് പ്രധാന കാരണം എസ്പെഷ്യലി കുട്ടികളൊക്കെ ശ്രദ്ധിക്കുന്ന വെച്ചാൽ സേഫ് സോൺ. അതായത് നമ്മളെപ്പോഴും പറയില്ല, നമ്മളെവിടെയെങ്കിലും എസ്പെഷ്യലി മലയാളികൾക്കുണ്ട് സേഫ് സോണിൽ ഇരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ജോലി കിട്ടി അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താൽ പിന്നെ അവിടെ പിന്നെ അങ്ങോട്ട് പ്രൊമോഷനൊന്നും വേണ്ട, അല്ലെങ്കിൽ ഇതൊന്നും വേണ്ട, പറഞ്ഞ് തലവേദനയായിരുന്നു. അതായത് സേഫ് സോണിൽ ഇരിക്കുക. പിന്നെ അങ്ങോട്ട്, കാരണം അടുത്ത സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ കുറെ കാര്യങ്ങൾ സാഹചര്യങ്ങൾ മാറും. ചിലർ പറയില്ലേ കമ്പനി, ആ കമ്പനി നല്ലതാണ് പക്ഷെ ഞാൻ മാറില്ല, എന്താ ഇവിടെ അങ്ങോട്ട് സെറ്റായി ഇനി കാരണം. പക്ഷെ അത് ഏറ്റവും വലിയ പരാജയം, അത് ചെയ്യരുത്. നമ്മൾ എന്തും ഞാൻ ഖത്തറിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു മാനേജർ ഉണ്ടായിരുന്നു, ട്രോയ് ട്രാങ്ക്വാഡ എന്നാണ് അദ്ദേഹത്തിന്, US. അദ്ദേഹം ന്യൂയോർക്ക് സ്വദേശിയാണ്, വീട് തന്നെ ന്യൂയോർക്കിലാണ്, അദ്ദേഹം അമേരിക്കൻ പൗരൻ. അദ്ദേഹം മാനേജറായിട്ട് വന്നപ്പോൾ അതിന് മുന്നേ വരെ കുറെ മാനേജർ ഓസ്ട്രേലിയക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. ഈ മാനേജർ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊക്കെ ഭയങ്കര പണിയെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ സേഫ് സോണിൽ നിന്ന് വർക്ക് ചെയ്യുന്നവരായിരുന്നു. അപ്പോഴാണ് ഇദ്ദേഹം വന്നു, നമ്മുടെ ഓരോ വർക്ക് തന്നിട്ട് ഇദ്ദേഹം ഓക്കെ നെക്സ്റ്റ് വീക്കിൽ ഇതാണ് റൂം. അപ്പൊ വർക്ക് മാറി. എന്റെ മാത്രമല്ല പലരെയും ഇദ്ദേഹം ഇങ്ങനെ കുറെ പേര് അങ്ങോട്ട്. അപ്പൊ നമ്മുടെ പണികൾ ഇങ്ങനെ മാറിക്കൊണ്ടിരുന്നു. പണി ചെയ്യാനൊക്കെ രസം. പക്ഷെ അപ്പൊ നമ്മൾ പറഞ്ഞു, ഇത് ഞാനല്ല ചെയ്യാറ്, ഇത് ഇന്നാളാ, സാരല്ല, അയാൾക്ക് വേറെ ഞാൻ കൊടുത്തോളൂ, ഇത് നീ ചെയ്തു എന്ന് പറയും. അപ്പൊ അങ്ങനെ നമുക്ക് ആകെ ഇദ്ദേഹത്തിനോട് ഒരു കലിപ്പായി. അപ്പൊ ഒരു ദിവസം ഇദ്ദേഹം ഒരു മീറ്റിംഗ് വെച്ചിട്ട് കുറെ ആള്, അപ്പൊ നമ്മൾ ഇങ്ങനെ എല്ലാം പലതും ചെയ്യാൻ തുടങ്ങി, പല വകയും. അപ്പൊ അങ്ങനെ ചെയ്യാൻ തുടങ്ങി. ഒരു ദിവസം മീറ്റിംഗ് വെച്ച് ഇദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ബേസിക്കലി ഒരു കെമിക്കൽ എഞ്ചിനീയർ ആണ്, പക്ഷെ ഇപ്പൊ പ്രൊജക്ട് മാനേജർ പൊസിഷനിലാണ് നമ്മളെ വന്നിരിക്കുന്നത്. ഏറ്റവും ടോപ്പ് പൊസിഷനിലാണ് അവിടെ നിൽക്കുന്നത്. അതിന്റെ മുകളിൽ വേറെ ഒരു ഗ്രൂപ്പ് മാനേജറും പിന്നെ CEO ആണ്. അപ്പൊ അത്രയും ഹൈ പൊസിഷനിൽ വന്നു. ഞാൻ എന്തുകൊണ്ടാണ് ഈ പൊസിഷനിലായെന്ന് പറഞ്ഞാൽ ഐ ആം ഒരു കെമിക്കൽ എഞ്ചിനീയർ ആയിരുന്നു ബേസിക്കലി. എൻ്റെ ഒരു സേഫ് സോണിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇനി അദ്ദേഹത്തിന് ഒരു ബോസ് വന്നിട്ട് ഇദ്ദേഹത്തിന് വേറെ മെക്കാനിക്കലിന്റെ വർക്ക്, മറ്റേ വർക്ക്, കുറെ മറ്റുള്ള പണികൾ കൊടുക്കും. അപ്പൊ ഇദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യമാണ് അദ്ദേഹത്തിന്. അപ്പൊ എന്നിട്ട് ഒരു ദിവസം ഇദ്ദേഹം ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഒരു സ്ഥലത്ത് ഞാനൊരു പണി ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ അല്ലല്ല, നിനക്ക് കുറച്ച് ക്വാളിറ്റികൾ ഉണ്ട്, നീ ഇതെല്ലാം അറിയണം, ഇതെല്ലാം അറിഞ്ഞാലേ നിനക്ക് മുന്നോട്ടുള്ള ഒരു മാനേജർ പോസ്റ്റ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതായത് എല്ലാത്തിലും. അപ്പൊ ഇദ്ദേഹം എല്ലാത്തിലും പോയി പണി ചെയ്തു. എല്ലാത്തിലും പണി ചെയ്യാൻ എല്ലാം ചലഞ്ചസ് ആണ്, ഓരോ ചലഞ്ച്. കാരണം നമ്മൾ ഒരെണ്ണം ഒരു സ്ഥലത്ത് പണി ചെയ്തൊന്ന് സെറ്റായി കഴിയുമ്പോൾ നമ്മൾ അവിടെ എക്സ്പെർട്ടായി നിൽക്കുമ്പോഴാണ് അവിടെ നിന്ന് മാറ്റി അടുത്തത് വീണ്ടും അവിടെ ഒന്നിന്ന് തുടങ്ങണം. അപ്പോൾ നമ്മൾ സ്ട്രഗിൾ ചെയ്യും. പക്ഷെ അങ്ങനെ സ്ട്രഗിൾ ചെയ്ത് കഴിഞ്ഞ് പല സെക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് എവിടെ ചെന്നാലും വർക്ക് ചെയ്യാന്നുള്ള ഇതായി വർഷങ്ങളുണ്ട്. അതുകൊണ്ട് എന്ത് പറ്റിയത്, അദ്ദേഹം വലിയ ഹയർ പൊസിഷനിൽ മാനേജറായിട്ട്. അപ്പോൾ
അദ്ദേഹം പറഞ്ഞു, നിങ്ങളിൽ ഓരോരുത്തരും ഓരോ എഞ്ചിനീയറിംഗ് സെക്ഷനിൽ നിങ്ങൾ എക്സ്പെർട്ട് ആയിരിക്കും. നിങ്ങളുടെ ആ എക്സ്പെർട്ടൈസ് എനിക്കില്ല. നിങ്ങൾ എല്ലാവരും വലിയ മാസ്റ്റേഴ്സാണ്, ഞാൻ അത്രയില്ല. പക്ഷെ എന്നിട്ടും ഞാൻ നിങ്ങളുടെ മാനേജറാണ്. അത് നിങ്ങൾ ആലോചിക്കുക. അതൊരു പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെ? ഇപ്പൊ നിങ്ങൾ ഒരു ഇന്ന പർട്ടിക്കുലർ ഇപ്പൊ ടീച്ചിങ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇന്ന ജോലിയാണ്, മെഡിക്കൽ ഇതാണ്, അത് ഓരോന്നിലും എക്സ്പെർട്ട്. പക്ഷെ ആ നിൽക്കുന്ന മാനേജർ ഈ എല്ലാവരെയും മാനേജ് ചെയ്യാൻ കാരണം എന്താ? എല്ലാത്തിൻ്റെയും കുറച്ച് അറിയാം. അപ്പൊ അവിടെ ഞാൻ പറഞ്ഞ വേറൊന്നുമല്ല, അതൊരു പോയിന്റ്. അതായത് നമ്മള് സേഫ് സോണിൽ പതുങ്ങിയിരിക്കുന്ന സ്വഭാവം നമുക്ക് പാടില്ല. അപ്പൊ അർജുനനും ഏതാണ്ട് ആ അതിനെല്ലാം ഇതിലങ്ങനെ റിലേറ്റ് ചെയ്യാം ഒരുപാട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു മാറ്റുക, ആ മാറ്റത്തിലേക്ക് നമ്മൾ കാല് വയ്ക്കുക, ചലഞ്ചസിനെ ഏറ്റെടുക്കാൻ തയ്യാറാവുക. എന്നാലേ ലൈഫിൽ നമ്മളെല്ലാം ഫേസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സേഫ് സോണിൽ അടിഞ്ഞിരിക്കുന്ന ഒരു ചെറിയ ഫ്ലക്ച്വേഷൻ വരുമ്പോൾ നമ്മൾ തകർന്നു പോകും. അതേസമയം നമ്മൾ ചലഞ്ചസ് പലതും ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ ഫ്ലക്ച്വേഷനിലോ വലിയ ഫ്ലക്ച്വേഷൻ ലൈഫിൽ വന്നാലും നമ്മൾ തളരില്ല, മറ്റുള്ളവരെ താങ്ങി നിർത്താനുള്ള ശക്തി നമുക്ക് ഉണ്ടാവും. അതൊക്കെയാണ് ഭഗവത്ഗീത തരുന്ന സന്ദേശം. അപ്പൊ ഈ ശ്ലോകത്തിൽ നിന്ന് നമുക്ക് ഒരുവിധം അത്രയും പോയിന്റ്സ് ഒക്കെ എടുക്കാം. പിന്നെ ഒരു എക്സാമ്പിള് പിന്നെ ഒരിക്കൽ കേട്ടത് ഇത് തന്നെയാണ്. ഇപ്പൊ ഒരു ചെറിയ കുട്ടി, വളരെ ചെറിയ കുട്ടി രാത്രി ഉറക്കത്തിൽ പെട്ടെന്ന്, നമ്മളെല്ലാവരും ഉറങ്ങിക്കിടക്കും, അച്ഛനും അമ്മയും കുട്ടിയും എല്ലാം ഉറങ്ങിക്കിടക്കുമ്പോൾ കുട്ടി പെട്ടെന്ന് ഭയങ്കര നിലവിളി. നമ്മൾ കണ്ടല്ലോ, ചെറിയ കുട്ടികളായിരിക്കും അങ്ങനെ. ഒരു രാത്രി നോക്കുമ്പോൾ 2 മണിയാണ്, അല്ലെങ്കിൽ 12 മണിയാണ്, 1 മണിയാണ്. അപ്പൊ ആ അച്ഛനും അമ്മയും അത് കരയട്ടെ, എനിക്കാണെങ്കിൽ ഭയങ്കര ക്ഷീണം എന്ന് പറഞ്ഞാൽ ഉറങ്ങുമോ? ഇല്ലല്ലോ. അവരുടെ ഉറക്കം കളഞ്ഞ് പല വഴികൾ നോക്കും. ഒന്നും പറ്റിയില്ലെങ്കിൽ എടുത്തോണ്ട് എന്ത് ചെയ്യും? ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ആ രാത്രി പാതിരയ്ക്ക് അവർ വണ്ടി എടുത്ത് പോകും, അല്ലെ? മഴയല്ല, എന്ത് ഇടിവെട്ടാണെങ്കിലും അവർ കൊണ്ടുപോകും. അവിടെ എന്താ, അവര് രണ്ടുപേരും എന്ത് ചെയ്തു? ആ കുട്ടിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് സ്വന്തം പല കാര്യങ്ങളും അവിടെ സാക്രിഫൈസ് ചെയ്യും. അത് ഒരു ക്വാളിറ്റി. അപ്പൊ എല്ലാം ഇതാണ്. കാരണം നമ്മൾ സേഫ് സോൺ വിട്ടിട്ട് നമ്മൾ പുറത്തിറങ്ങേണ്ട സാഹചര്യമുണ്ട്. അതോടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇനി അർജുനൻ എന്തിനാണ് ഇപ്പൊ ഇതൊന്നും വേണ്ടാന്ന് എന്താ പറഞ്ഞത്? ഇതൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടു, കാരണം പലതുണ്ട്. അതിന്റെ ബാക്കി ഒരു കണ്ടിന്യൂവേഷൻ ആണ് അടുത്ത ശ്ലോകം വരുന്നത്. അടുത്ത ശ്ലോകത്തിലേക്ക് പോവാം. അടുത്ത ശ്ലോകം ഒരു സെറ്റാണ്, 4 ശ്ലോകമാണ്. നമുക്ക് ഞാൻ 4 ശ്ലോകവും ഓരോ പ്രാവശ്യം വായിക്കാം, എന്നിട്ട് ഓരോരുത്തരും മാറി മാറി ഓരോ ശ്ലോകങ്ങൾ വായിച്ചാൽ മതി. ഹരേ കൃഷ്ണ. ശ്ലോകം 32 ഏറ്റുചൊല്ലണം. കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗൈർജീവിതേന വാ യേഷാമർത്ഥേ കാംക്ഷിതം നോ രാജ്യം ഭോഗ സുഖാനി ച ത ഇമേ അവസ്ഥിതാ യുദ്ധേ പ്രാണാം ത്യക്ത്വാ ധനാനി ച ആചാര്യ പിതര പുത്ര തഥൈവ ച പിതാമഹ മാതുല ശ്വശുര പൗത്ര സ്യാല സംബന്ധിനസ്തഥാ ഏതാന്ന ഹന്തുമിച്ഛാമി ഖനതോപി മധുസൂദന അപി ത്രൈലോക്യ രാജ്യസ്യ ഹേതോ കിം नु മഹീകൃതേ നിഹത്യ ധാർതരാഷ്ട്രാന്ന കാ പ്രീതി സ്യാത് ജനാർദ്ദന. ഹരേ കൃഷ്ണ. കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗൈർജീവിതേന വാ യേഷാമർത്ഥേ കാംക്ഷിതം രാജ്യം ഭോഗാ സുഖാനി ച ത ഇമേ അവസ്ഥിതാ യുദ്ധേ പ്രാണാം ത്യക്ത്വാ ധനാനി ച
ആചാര്യ പിതര പുത്ര തഥൈവാച പിതാമഹ മാതുലാ ശ്വശുരാ പൗത്ര സ്യാലാ സംബന്ധിനസ്തഥാ ഏതാന്ന ഹന്തുമിച്ഛാമി ധനതോ അപി മധുസൂദന അഭി ത്രൈലോക്യരാജ്യസ്യ ഹേതോ കിന്നു മഹീകൃതേ നിഹത്യ ധാത്രരാഷ്ട്രാന്ന കാ പ്രീതി സ്യാത് ജനാർദ്ദന. ഹരേ കൃഷ്ണ. പുത്രാസ്ന്ന് പതുക്കെ പറഞ്ഞാലും മതി. പുത്രാസ് പിന്നെ വരുന്നത് തഥൈവയല്ലേ, പിന്നെ തഥൈവ. അപ്പൊ ഇവിടെ പുത്ര പുത്ര തഥൈവ പുത്രാസ് പറയണമെന്നില്ല. പുത്ര അവിടെ നോക്കി പുത്ര ഇട്ടിട്ട് രണ്ട് കുത്തല്ലേ ഇട്ടാണ് അർത്ഥത്തില് വേർഡ് മീനിങ് നോക്കിയാൽ മതി. അങ്ങനെ സംശയം വരുമ്പോ സ്പ്ലിറ്റ് അപ്പൊ പുത്രാസ്തദൈവ പറയണം. ഒരുമിച്ചാണെങ്കിൽ ഞാൻ അവിടെ സ്പ്ലിറ്റ് ചെയ്തോണ്ടാണ്. ഒരുമിച്ചാണെങ്കിൽ പുത്രാസ്തദൈവ തന്നെ വരണം. പുത്രാസ്തദൈവ അതെ. അപ്പൊ നമ്മള് അവിടെ മുറിക്കുന്നതുകൊണ്ട് പുത്ര, കാരണം അവിടെ രണ്ട് കുത്ത് വരും പുത്ര. അപ്പൊ അവിടെ ആ വന്നല്ലോ. പിന്നെ തഥൈവ മതി, ഇസ് വേണ്ട. വരും ഇസ് വേണം. യെസ്, പുത്രാസ്തദൈവ. പക്ഷെ നമ്മളവിടെ മുറിച്ചല്ലോ ആചാര്യ പിതര പുത്ര. അപ്പൊ ആ എസ് വേണ്ട അവിടെ, പുത്ര. കാരണം ശരിക്കും പുത്ര സെമിക്കോളം വന്നല്ലോ, കുത്ത് രണ്ടെണ്ണം. അപ്പൊ പുത്ര നിൽക്കും അല്ലെ. തഥൈവ ച തഥൈവ ച. പിന്നെ ഇടയിൽ വരുന്ന ഇപ്പൊ നമ്മളിപ്പോ മാതുല ശ്വശുര അവിടെയൊക്കെ ഡബിൾ രണ്ട് കുത്തുണ്ടല്ലോ. അപ്പൊ അത് നീട്ടരുത്, അത്രേ ഉള്ളൂ. അപ്പൊ മാതുരാഹ ശശുരാഹ പൗത്രാഹ പറയണ്ട, ലാസ്റ്റ് പറഞ്ഞാൽ മതി. അപ്പൊ അവിടെ മാതുല ആ സൗണ്ട് വരണ്ട, വാ തുറന്നു നിന്നാ മതി. മാതുല ശശുര പൗത്ര എന്താ സ്യാല സംബന്ധി നസ്തഥ അങ്ങനെ പറഞ്ഞു. പക്ഷെ ലാസ്റ്റ് ഉണ്ടെങ്കിൽ ഹ പറയാം, അല്ലെങ്കിൽ ഹി. വേർഡ് മീനിങ് ഗോവിന്ദ കൃഷ്ണ ന ഞങ്ങൾക്ക് രാജ്യേന രാജ്യം കൊണ്ട് കിം എന്ത് പ്രയോജനം, ഭോഗങ്ങളെ കൊണ്ടും ജീവിതേനവ ജീവിതം കൊണ്ട് പോലും കിം എന്ത് പ്രയോജനം ന ഞങ്ങൾക്ക് യേശാം അർത്ഥേ യാതൊരുവർക്ക് വേണ്ടി രാജ്യം കാംക്ഷിതം രാജ്യം കാംക്ഷിതം ആഗ്രഹിക്കപ്പെടുന്നുവോ ഭോഗ സുഖാനിച്ച ഭോഗങ്ങളും സുഖങ്ങളും യേശാം അർത്ഥേ കാംക്ഷിതാനി ആർക്കു വേണ്ടി ആഗ്രഹിക്കപ്പെടുന്നുവോ തേ അങ്ങനെയുള്ള ആചാര്യന്മാർ പിതര പിതാക്കൾ പുത്രന്മാർ തഥൈവച അപ്രകാരം തന്നെ പിതാമഹന്മാർ മാതുല മാവന്മാർ ശ്വശുരന്മാർ പൗത്രന്മാർ സ്യാല അളിയന്മാർ തഥ അപ്രകാരം തന്നെ സംബന്ധിന ബന്ധുക്കൾ ഇവരെല്ലാവരും പ്രാണാൻ ജീവനെയും ദധനാനിച്ച ധനങ്ങളെയും തെക്വ ഉപേക്ഷിച്ചിട്ട് യുദ്ധകളത്തിൽ അവസ്ഥിത നിൽക്കുന്നു. മധുസൂദന മധുവിനെ ഹനിച്ചവനെ കൃഷ്ണ ഘനത അഭി എന്നെ കൊല്ലുന്നവരാണെങ്കിലും ഏതാൻ ഇവരെ ത്രൈലോക്യ രാജ്യങ്ങൾക്ക് ഹേതോ അപി വേണ്ടിപ്പോലും ഹന്തും കൊല്ലാൻ ന ഇച്ഛാമി ഞാൻ ആഗ്രഹിക്കുന്നില്ല. മഹീകൃതേ ഭൂമിക്ക് വേണ്ടി കിം നു എന്ത് പിന്നെ പറയണമോ. ജനാർദ്ദന ജീവജാലങ്ങളുടെ രക്ഷക ധാർത്തരാഷ്ട്രന്മാരെ നിഹത്യ കൊന്നിട്ട് ന ഞങ്ങൾക്ക് കാ പ്രീതി സ്യാദ് എന്ത് സന്തോഷമുണ്ടാകും. വിവർത്തനം ഹേ ഗോവിന്ദ രാജ്യം കൊണ്ടും ഭോഗങ്ങൾ കൊണ്ടും ജീവിതം കൊണ്ട് തന്നെയും ഞങ്ങൾക്ക് എന്ത് പ്രയോജനം. ആർക്ക് വേണ്ടി ഞങ്ങൾ ഇതെല്ലാം ആഗ്രഹിക്കുന്നുവോ അവരെല്ലാം സ്വത്തും പ്രാണൻ കൂടി ഉപേക്ഷിക്കാൻ തയ്യാറായി ഇതാ രണാങ്കണത്തിൽ നിൽക്കുന്നു. മധുസൂദന ഗുരുജനങ്ങൾ പിതാമഹന്മാർ മക്കൾ അമ്മാവന്മാർ ശ്വശുരന്മാർ സ്യാലന്മാർ തുടങ്ങിയ ബന്ധുക്കളാണ് ഇങ്ങനെ മുന്നിൽ നിൽക്കുന്നത്. ഞാൻ എന്തിനാ അവരെ കൊല്ലണം. അവരെ വധിക്കുകിൽ ത്രൈലോക്യമാകെ നേടാമെന്ന് വെച്ചാലും ഞാൻ അവരോട് യുദ്ധം ചെയ്യാനില്ല. പിന്നെ എങ്ങനെയാണ് വെറും മണ്ണിനു വേണ്ടി അവരെ കൊല്ലാനാകുക. ജനാർദ്ദന ധാർത്തരാഷ്ട്രന്മാരെ ഹിംസിച്ചിട്ട് ഞങ്ങൾക്ക് എന്ത് സുഖം കിട്ടാനാണ്. അപ്പൊ മൂന്നാമത്തെ റീസൺ ഇവിടെ പുറത്തേക്ക് വരികയാണ്.
ഇദ്ദേഹത്തിന്റെ ഇവിടെ പറയാണ് എന്താണ്, ഇവരെ കൊന്നിട്ട് നമുക്ക് എന്ത് കിട്ടാനാണ്, അല്ല അതായത് ഇവരെ കൊന്നിട്ട് കിട്ടാനല്ല, പിന്നെ ആർക്ക് വേണ്ടിയാണ് ഇതെല്ലാം. അതായത് ഇപ്പൊ ഇവരെല്ലാം വധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ രാജ്യം ഭരിക്കുന്നത് കാണാൻ ആരാ ഉള്ളത്? നമ്മളൊരു കാര്യം ചെയ്തിട്ട് അത് കാണാൻ ആളില്ലെങ്കിലോ എന്നുള്ള റീസണാണ് ഇവിടെ വരുന്നത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ നോക്കാം. അപ്പൊ ഇവിടെ ഗോവിന്ദ എന്നാണ് ഇവിടെ അർജുനൻ. ഇവിടെ കുറെ വിളികൾ വരുന്നുണ്ട്. ഫസ്റ്റ് ശ്ലോകത്തിൽ വരുന്നത് കിംനോ രാജ്യേന ഗോവിന്ദ, അല്ലെ, ഗോവിന്ദ എന്നാണ് വിളിക്കുക. അപ്പൊ ഗോ എന്ന് പറഞ്ഞാൽ എന്താണ്, പശു എന്നുള്ള അർത്ഥമുണ്ട്, പിന്നെ ഇന്ദ്രിയങ്ങൾ എന്നുള്ള അർത്ഥമുണ്ട്, പിന്നെ വിന്ദ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, വൺ ഹു, വിന്ദ എന്ന് വെച്ചാൽ വൺ ഹു ഗീവ്സ് പ്ലഷർ എന്നാണ്. അപ്പൊ സന്തോഷം, അപ്പൊ പശുക്കൾക്കും ഇന്ദ്രിയങ്ങൾക്കും സന്തോഷം നൽകുന്നവനെ എന്നുള്ള ഒരു പ്രയോഗം അവിടെ വരുന്നുണ്ട്. അപ്പോ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഈ കഴിഞ്ഞ ഡയലോഗ് പറഞ്ഞല്ലോ, യുദ്ധത്തിൽ എനിക്ക് രാജ്യം സുഖം. അപ്പൊ കൃഷ്ണൻ ചിലപ്പോ ഒന്ന് നോക്കി ചിരിച്ചിട്ടുണ്ടാവും, പരിഹസിച്ച്, എന്നാൽ ഈ ഗതി ആയല്ലോ നിന്റെ കാര്യം എന്നുള്ള പറ്റി ചിരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, നമുക്കറിയില്ല. അപ്പൊ അർജുനൻ ആ ഭാഗങ്ങൾ നമുക്കിവിടെ പറഞ്ഞിട്ടില്ല, അപ്പൊ അങ്ങനെ ആവാം, പറയാൻ പറ്റില്ല. അപ്പൊ അർജുനൻ അവിടെ ഒരു ധ്വനി കൊടുക്കുകയാണ്, ഗോവിന്ദ, അതായത് നമ്മള് എന്റെ ഇന്ദ്രിയങ്ങളുടെ പ്ലീസ് ചെയ്യുന്നവൻ, ഇന്ദ്രിയങ്ങളെ പ്ലീസ് ചെയ്യുന്നവനാണ് ഗോവിന്ദ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കുന്നവനാണ്. അപ്പോ എന്റെ ആഗ്രഹം എന്താണെന്ന് നിനക്ക് അറിയാലോ, കാരണം അത് ഞാൻ പറയേണ്ടത് തന്നെ ഉള്ളിലുള്ളത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. അപ്പൊ എന്നാ പിന്നെ എനിക്ക് സന്തോഷമായ രീതിയിൽ ചെയ്താൽ പോരെ, ഞാൻ യുദ്ധം ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള ഒരു ധ്വനിയാണ് അവിടെ ഗോവിന്ദ എന്നുള്ള ആ വാക്കുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോ ഇത് നമ്മളുമായിട്ട് റിലേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മളുടെ പൊതുവെ എങ്ങനെയാണ്, നമ്മൾ ആഗ്രഹിക്കുന്നത് ഭഗവാൻ തരണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്, അല്ലെ? ശരിക്കും എന്താ, ഇവിടെ എന്താ ചെയ്യുന്നത്, അർജുനൻ ആഗ്രഹിക്കുന്നു എനിക്ക് അവരെ കൊല്ലണ്ട, യുദ്ധം ചെയ്യണ്ട, അത് ഭഗവാൻ സമ്മതിക്കണം, അതിനുവേണ്ടിയുള്ള ആർഗ്യുമെന്റ്സ് നടക്കുകയാണ്. നമ്മളിലേക്ക് വരിക, നമ്മൾ എന്താ ചെയ്യണത്, നമുക്ക് ചില ആഗ്രഹം, ഇത് എനിക്ക് ഭഗവാൻ ചെയ്ത് തരാം, നമ്മൾ വഴിപാട് കഴിക്കും, പ്രാർത്ഥിക്കുകയും ചെയ്യും, അല്ലെ? നമ്മളിപ്പോ കുറച്ച് അഡ്വാൻസ് ആവണവരെ നമ്മളത് പ്രാർത്ഥിക്കും. ഭഗവത്ഗീത നമ്മൾ പൂർണ്ണമായിട്ട് മനസ്സിലാകുമ്പോൾ മനസ്സിലാവും. ഇടയ്ക്കിടയ്ക്ക് പറയാറില്ല, നമ്മുടെ പ്രാർത്ഥന എന്നുള്ളത് ഗ്ലോറിഫിക്കേഷൻ ആയിരിക്കണം, അതും ഇതും ചോദിക്കുന്ന പ്രാർത്ഥനയല്ല ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ ചെയ്യണത് എന്താ, ആഗ്രഹങ്ങൾ ചോദിക്കും. അർജുനന്റെ ആഗ്രഹം യുദ്ധം ചെയ്യേണ്ടതാണ്, ഭഗവാൻ എന്ത് ചെയ്യിപ്പിക്കും ലാസ്റ്റ് അവസാനം നമ്മൾ എന്ത് കാണും, യുദ്ധം ചെയ്യേണ്ടവരും, അല്ലെ? അപ്പോ നമ്മള് മനസ്സിലാക്കേണ്ട വെച്ചാല്, നമ്മൾക്ക് ഭഗവാൻ ആഗ്രഹങ്ങൾ അനുസരിച്ചല്ല ഒരു ഭക്തന് ഭഗവാൻ തരുന്നത്, പിന്നെ എന്തനുസരിച്ചാണ്, അർഹത. അപ്പൊ ആഗ്രഹമല്ല, ഭഗവാൻ അവിടെ വരുന്ന കണ്ടീഷൻ എന്ന് വെച്ചത് അർഹതയാണ്. അപ്പൊ അതെപ്പോഴും നമ്മൾ മനസ്സിൽ വിചാരിക്കുക, ഞാൻ എന്തെല്ലാം ആഗ്രഹിച്ചിട്ട് ഭഗവാനോട് ചോദിച്ചാലും എനിക്ക് അർഹതപ്പെട്ടതേ ഭഗവാൻ തരും. അപ്പോൾ അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ ഈശാവാസ്യ ഉപനിഷത്ത് നമുക്കൊരു സിലബസിൽ വരുന്നുണ്ട്, നമ്മൾ 2 ശ്ലോകങ്ങളിൽ നമ്മൾ പഠിക്കും. ഈശാവാസ്യ ഉപനിഷത്തിന്റെ ആദ്യത്തെ മന്ത്രം പറയുന്നത്, ഈശാവാസ്യം ഇതം സർവം യത് കിംച ജഗത്യാം ജഗത് തേന തെക്തേന പുഞ്ചീത മാ ഘൃത ഹസ്യ സിദ്ധനം എന്നാണ് ഈ ഉപനിഷത്തിന്റെ ആദ്യ ശ്ലോകം. അതായത് ഇതിനെ ശ്രീല പ്രഭുപാദിന്റെ എക്സ്പ്ലനേഷൻ പറയുന്നത് ഭാഗവത കമ്മ്യൂണിസം എന്നാണ് പറയുന്നത്. കാരണം ശരിക്കും നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതികളില്ലേ, വളരെ നല്ലതാണ്, യഥാർത്ഥത്തിലുള്ളത് നല്ലതാണ്. ശരിക്കും പറഞ്ഞാൽ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്, അൺഫോർച്ചുനേറ്റ്ലി അവർ എല്ലാ സ്പിരിച്വൽ കാര്യങ്ങളെ വിട്ടിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ കമ്മ്യൂണിസം ചെയ്യുന്നത്. പക്ഷെ ആക്ച്വലി അത് ചെയ്യേണ്ടത് എന്താ, ഈ ഭക്തിയാണ് എടുക്കേണ്ടത്. അത് ബ്ലൈൻഡ് ആയിട്ടുള്ള റിച്വൽസ് അല്ല, സ്പിരിച്വൽ എടുക്കണം. ഇപ്പോ കമ്മ്യൂണിസം നടക്കണ എന്താ വെച്ചാൽ, ദേവസ്വത്തിലൊക്കെ ജോലിക്ക് വന്നിട്ട് എന്ത് പറ്റുവെച്ചാൽ അവര് റിച്വൽസ് എടുത്ത് ചെയ്യാണ്, അല്ലെ? റിച്വൽസ് ആണ് ചെയ്യുന്നത്, റിച്വൽ അല്ല. അതിന്റെ കൂടെ ഒരു SPI ഇടുക, സ്പിരിച്വൽ ആകുമ്പോൾ ഇത് മാറും. അതാണ് ഈശാവാസ്യം ഇതം സർവ്യം യത് കിംച ജഗത്യാൻ ജഗത് എന്ന് പറഞ്ഞു വെച്ചാൽ, സർവ്വതിന്റെ ഉടമസ്ഥനും നിയന്താതാവും ഭഗവാനാണ്, കൃഷ്ണനാണ്, എല്ലാത്തിന്റെയും. അല്ലെങ്കിൽ വിഷ്ണു ആണെന്ന് കൂടെ, കൃഷ്ണനാണ് എല്ലാത്തിനും നിയന്താവ്. അപ്പോ അതിന് പറയുന്നത്, അതിന്റെ ട്രാൻസ്ലേഷൻ പറയുന്നത്, ഒരാൾ തനിക്ക് അർഹതപ്പെട്ടത് മാത്രമേ സ്വീകരിക്കാവൂ, മറ്റുള്ളവരുടെ ഒന്നിലും ധനത്തിൽ ഒന്നിലും ആശ വെക്കരുതെന്നാണ് ആശ. അതാണ് ഭാഗവത കമ്മ്യൂണിസം എന്ന് അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. കാരണം അതെന്താ, നമ്മൾക്ക് അർഹതപ്പെട്ടത്. ഇവിടെ ആ ഒരു ചിന്ത വന്നാൽ തന്നെ എന്തില്ലാണ്ടാവും, അഴിമതി ഇല്ലാണ്ടാവും, പ്രശ്നങ്ങൾ ഇല്ലാണ്ടാവും, അല്ലെ? ഇവിടെ എന്താ സംഭവിക്കുന്നത്, നമ്മൾ ഓരോരുത്തർ പോലും നമുക്കത് അർഹതപ്പെട്ടതിൽ കൂടുതൽ നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ ആഗ്രഹം
അർഹതപ്പെട്ടതേ ഭഗവാൻ തരുള്ളൂ. പക്ഷെ നമ്മൾ അർഹതപ്പെട്ടതിന് മുകളിൽ ആഗ്രഹം വയ്ക്കുന്നു. ആ ഡിഫറൻസ് ആണ് നമ്മുടെ പെയിൻ. നമ്മൾ പെയിൻ കൊണ്ടു നടക്കുന്നത് ലൈഫ്, മനസ്സിലായി? അപ്പൊ അത് ഇല്ലാതാക്കിയാൽ നമ്മുടെ ലൈഫ് സ്മൂത്തായി മാറും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്. ഇത് വന്നപ്പോ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇവിടെ അത് തന്നെയാണ് നമ്മൾ ആഗ്രഹമല്ല, നമ്മുടെ ഡിസയർ, സോറി, നമ്മുടെ എന്താ പറയണ, ഇത് അർഹത അനുസരിച്ച് ഭഗവാൻ തരുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. പിന്നെ പലപ്പോഴും ആൾക്കാർ പറയുകയും ചെയ്യും, അല്ലേ, ഞാൻ ദൈവത്തിന് കണ്ണില്ല, അത് കണ്ടില്ല, ഇങ്ങനെ സംഭവിച്ചു, അല്ലെ, ഭഗവാൻ ദൈവം ഉണ്ടോ എന്നൊക്കെ ചോദിക്കും, അല്ലെ. അവരങ്ങനെയൊക്കെ ആയിട്ട് മാറും. പക്ഷെ കാരണം എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ആഗ്രഹിക്കുന്നത് കിട്ടാണ്ട് വരുമ്പോൾ നമ്മുടെ ഈഗോ വർക്ക് ചെയ്യുന്നു. പക്ഷെ നമ്മൾ അതിന് അർഹരാണോ എന്നുള്ള കാര്യമാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ സെൽഫ് അനാലിസിസ് നടത്തിയാൽ മനസ്സിലാവും അത് ഭഗവാൻ തരാത്തതിന്റെ കാരണമല്ല, നമ്മൾ അർഹരല്ല, അല്ലെ. അത് ചിലപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇത് കിട്ടണമെങ്കിൽ നമ്മൾ കുറെ സ്പിരിച്വലായിട്ട് അഡ്വാൻസ് ആകുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ എവിടെയാണ് പാളിച്ചകൾ വരുന്നത്. ഈ ലൈഫിൽ തന്നെയാണോ പഴയതാണോ നമുക്കറിയില്ല. പക്ഷെ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ സാധിക്കും. അതിനുള്ള വിവരം നമുക്ക് ഭഗവാൻ തരും. അപ്പൊ ഇവിടെ വെരി ഇമ്പോർട്ടന്റ് പോയിന്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മളും കൃഷ്ണനും തമ്മിലുള്ള ബന്ധം അത് നമ്മൾ മറന്നു പോകുന്നു. നമ്മൾ പലപ്പോഴും ഒരു ഭഗവാൻ, കൃഷ്ണനായിക്കോട്ടെ, വേറെ ഏത് ദൈവങ്ങളുടെ അടുത്ത് പോയാലും നമ്മൾ പൊതുവെ അവരെ കയ്യിൽ നിന്ന് സാധനം ചോദിക്കാൻ ആണ് ശ്രമിക്കുന്നത്, അല്ലെ. പലപ്പോഴും അവര് നമ്മുടെ ദാസരല്ല, നമ്മൾ അവരുടെ ദാസരാന്നുള്ള ചിന്ത. അപ്പൊ കൃഷ്ണന്റെ നമ്മൾ എടുക്കുമ്പോൾ ഭഗവാന്റെ നമ്മൾ ദാസാനു എത്രത്തോളം ദാസാനു ആടിയോ അത്രയാണ്. അത്രയും നമ്മൾ താഴേക്ക് ദാസനായാൽ ഭഗവാൻ നമ്മളെ പ്ലീസ് ചെയ്യും. ഭഗവാൻ നമ്മുടെ ദാസനായിട്ട് വരും. അത് വേറെ കാര്യം. പക്ഷെ ആ അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് മെയിൻ പോയിന്റ്. പിന്നെ വീണ്ടും വരുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഇതെങ്ങനെ സാധിക്കാന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ എഗെയിൻ ഇപ്പൊ അർജുനന്റെ സിറ്റുവേഷൻ പോലെ തന്നെ നമ്മൾ നമ്മുടെ സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ, നമ്മുടെ ഇന്ദ്രിയ സംതൃപ്തിക്കായിട്ടല്ല നമ്മൾ പ്രവർത്തിക്കേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാന്റെ ഇന്ദ്രിയ സംതൃപ്തിക്കായിട്ട് നമ്മൾ വർക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് തോന്നും അതെങ്ങനെയാണ്. അതിനൊരു ഉദാഹരണം പറയും. ഒരു നല്ല ചൂടുള്ള ഒരു ക്ലൈമറ്റിൽ ഒരു ഡ്രൈവറാണ്, ഒരാളൊരു ഡ്രൈവർ. അപ്പൊ ഞാനൊരു ഡ്രൈവറാണ്. ആ കാറിന്റെ മുതലാളി വന്ന് കയറിയെന്ന് വിചാരിക്കും. ആ മുതലാളി വന്ന് കയറുമ്പോൾ ഞാൻ ആ മുതലാളിക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, ആ കാറിൽ AC ഓൺ ചെയ്യുന്നു, ഞാൻ മ്യൂസിക് ഇടുന്നു, കാറ് മുന്നോട്ട് പോകും. അപ്പൊ മുതലാളിക്ക് വേണ്ടിയാണ് ഞാൻ അത് ചെയ്തത്. പക്ഷെ അതിന്റെ ബെനിഫിറ്റ് ആർക്കും കൂടി കിട്ടും? ഡ്രൈവർക്ക് കൂടി കിട്ടും. ശരിയല്ലേ? ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മള് ആ ചിന്ത വരണം, ഇത് എന്റെ കാറല്ല, ഞാനിതിലെ ഒരു ഡ്രൈവർ മാത്രം, അതിന്റെ മുതലാളി പുറകിലിരിക്കുന്നത്. ആ മുതലാളിക്ക് വേണ്ടി ഞാൻ AC ഓൺ ചെയ്യുന്നു, ഞാൻ പാട്ടിടുന്നു, അദ്ദേഹത്തിന്റെ എൻജോയ്മെന്റിന് ഞാനിത് ചെയ്യുന്നു. പക്ഷെ അത് ചെയ്യുമ്പോൾ ആ മുതലാളി അത് സന്തോഷിക്കുന്നതിനൊപ്പം നമ്മൾ ആ മുതലാളി അത്രയ്ക്ക് ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന്റെ സന്തോഷത്തിനൊപ്പം ഈ AC നമുക്ക് ആനന്ദിക്കാൻ പറ്റും, ആ മ്യൂസിക് നമുക്ക് ആനന്ദിക്കാൻ പറ്റും. അതേസമയം നമ്മൾ ആ മുതലാളിയോട് നമുക്ക് ഒരു വിരോധമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അദ്ദേഹത്തിന്റെ ആ സുപ്രീമസി നമ്മൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ നമ്മൾ മനസ്സിൽ പറയും, AC ഇട്ടിരിക്കുന്ന പാട്ടും കേട്ട് മനുഷ്യൻ ഇത് പറയും. ഇല്ല, ശരിയല്ലേ? ഇതാണ് റിലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഭഗവാന്റെ സുപ്രീമസി നമ്മൾ അഡ്മിറ്റ് ചെയ്യാൻ പഠിക്കും. അതാണ് സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്. അപ്പോൾ നമ്മൾ ആ കൃഷ്ണന്റെ അതാണ് ഈശ്വര അതായത് ബ്രഹ്മാവ് സൃഷ്ടി കഴിഞ്ഞിട്ട് ഉടനെ ഫസ്റ്റ് അഞ്ചാമത്തെ ബ്രഹ്മസൂത്രത്തിലെ 5ാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ ശ്ലോകം അതാണ്. നമുക്ക് കണ്ടുകിട്ടിയ ഭാഗമാണ് 5ാമത്തെ കേട്ടോ. തിരുവട്ടാർ ആദികേശവ ക്ഷേത്രത്തിൽ നിന്നാണ് താളിയോല കണ്ടുകിട്ടിയത്. അതിലെഴുതുന്ന ഫസ്റ്റ് ശ്ലോകം പറയുന്നത്, ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാഥരാധർ ഗോവിന്ദ സർവകാരണ കാരണം. എല്ലാത്തിനും കാരണം ആദി ദൈവം ശ്രീകൃഷ്ണനാണ് എന്ന് പറയുന്നു. അപ്പൊ ആ ഒരു സുപ്രീമസി നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ നമുക്കുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുതലാളിയെ അംഗീകരിക്കുന്നു. അപ്പൊ മുതലാളിക്ക് വേണ്ടി നമ്മൾ സേവ ചെയ്യുന്നു, AC ഇട്ട് കൊടുക്കുന്നു, പാട്ടിട്ട് കൊടുക്കുന്നു, എല്ലാം ചെയ്യുമ്പോൾ എന്തെങ്കിലും മുതലാളി സന്തോഷിക്കുന്ന കാണുമ്പോൾ നമ്മൾ സന്തോഷിക്കുന്നു. നമ്മൾ അറിയാണ്ട് നമുക്ക് ആ സന്തോഷം വരികയാണ്. പക്ഷെ അതേസമയം നമ്മൾ ആ മുതലാളിയെ അംഗീകരിച്ചില്ലെങ്കിൽ എന്ത് പറ്റും? നമുക്ക് ക്ലാഷ് വരും, അല്ലേ? നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതെല്ലാം അനുഭവിക്കണമെങ്കിലും മനസ്സിൽ അത് അഡ്മിറ്റ് ചെയ്യാത്തതുകൊണ്ട് ഇതിന്റെ ആ എൻജോയ്മെന്റ് നമുക്ക് കിട്ടില്ല. ഇതും നമ്മൾക്ക് ഡെയിലി ലൈഫിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും നമുക്ക് ആ സുഖങ്ങൾ അനുഭവിക്കാൻ പറ്റാത്ത എന്തോന്ന് വെച്ചാൽ സുഖം അനുഭവിക്കേണ്ട ആളെ നമ്മൾ അംഗീകരിച്ച് അനുഭവിപ്പിക്കാൻ ശ്രമിക്കാത്തതുകൊണ്ടാണ്. അതാണ് സംഭവിക്കുന്നത്. ആഹാരത്തിലും ഇത് വളരെ പ്രധാനമാണ്. എന്തുകൊണ്ടാണ് അതാണ് പ്രസാദത്തിന്റെ ഇമ്പോർട്ടൻസ്. നമ്മൾ എന്തുണ്ടാക്കിയാലും അത് സാത്വികമായിട്ട് ഉണ്ടാക്കിയിട്ട് ഭഗവാന് കൊടുക്കുക, ഭഗവാന് സമർപ്പിച്ചിട്ട് നമ്മളെടുത്ത് കഴിച്ചു നോക്കി. അത് നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ 100% ഉണ്ടാക്കുന്നത്.
അല്ലാതെ നമ്മൾ ഓടിച്ചെന്ന് ഒരു സാധനം മേടിച്ചിട്ട് നേരെ എടുത്ത് അങ്ങോട്ട് കഴിക്കുമ്പോൾ നമ്മൾ ഭഗവാന് കൊടുക്കുന്നില്ല, നമ്മൾ നേരെ അങ്ങ് കഴിക്കുകയാണ്. അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ ആ എൻജോയ്മെന്റ് വളരെ ടെമ്പററി തന്നെ ആയിരിക്കും. അവിടെ അവിടെ എന്ന് വെച്ചാൽ അതൊരു ഭൗതികമായ ആസ്വാദനം ഭൗതികമായി തന്നെ തീർന്നു. അതേസമയം അത് ഭഗവാന് സമർപ്പിച്ച് നമ്മൾ കഴിക്കുമ്പോൾ ആ ഭൗതിക ആസ്വാദനത്തിൽ നമുക്ക് അവിടെ ഒരു ഭഗവാന്റെ ഷഡ്ഐശ്വര്യങ്ങളിൽ നിന്നുള്ള ആനന്ദത്തിന്റെ ഒരു അംശം, ഒരു ഫ്രാക്ഷൻ നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് എന്ത് പറ്റും എന്ന് വെച്ചാൽ നമ്മൾ ആ ഭക്ഷണം കഴിച്ചാൽ നമുക്ക് അല്ലാതെ തന്നെ ഒരു ആനന്ദം നമുക്ക് വരും, ഗ്രാജുവലി വരും. അതാണ് സയൻസ് ഓഫ് പ്രസാദ്, കൃഷ്ണപ്രസാദത്തിന്റെ സയൻസ് പറയുന്നത്. അതാണ് ഒരു കാരണം. അപ്പൊ അത് വേറെ കാര്യം, അതാണ് ഒരു കാര്യം. അപ്പൊ അങ്ങനെ നമ്മൾ ഭഗവാനെ സാറ്റിസ്ഫൈ ചെയ്യാൻ ഭക്തിയുത സേവനം ചെയ്യുമ്പോൾ നമ്മൾ സ്വയം സാറ്റിസ്ഫൈ ആവുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇവിടെ ഈ 34 ഈ ശ്ലോകങ്ങൾ കുറെ എടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അതിനകത്ത് ഈ 34ാമത്തെ ശ്ലോകത്തിൽ വന്നു കഴിഞ്ഞാൽ കുറെ ആൾക്കാരുടെ പേര് പറയുന്നില്ലേ, മാതുല, ശ്വശുര, പൗത്ര, ശ്യാല, അല്ലെ, കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഗുരുജനങ്ങള്, പിതാമഹന്മാര്, മക്കള്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തു പറയുന്നുണ്ട് അവിടെ, അല്ലേ? അപ്പൊ അവിടെ എന്താ പറയുന്നത് വെച്ചാൽ നമ്മൾ പറയില്ലേ, അത് ഇവരെല്ലാം യുദ്ധത്തിൽ ഭരിച്ചു, പിന്നെ ഞാൻ എന്തിനാണ് ഇത്? അപ്പൊ നമ്മളിത് നമ്മുടെ ഇന്നത്തെ ലാംഗ്വേജിൽ പറയുമ്പോ ഷോ ഓഫ് നമ്മൾ പറയില്ലേ, ഭയങ്കര ഷോ ഓഫാ, അല്ലെ, ഭയങ്കര തള്ള് എന്നൊക്കെ നമ്മൾ പറയും. അതായത് എന്താന്ന് വെച്ചാൽ ഇവരൊന്നും ഇല്ലെങ്കിൽ ഞാൻ ജയിച്ചിട്ട് ആര് കാണാൻ നമ്മൾ പറയുമ്പോ, അല്ലേ? അവിടെ ആരും ഇല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു നമ്മളിപ്പോ നിങ്ങൾ തിരുവാതിര കളിക്കാൻ പോകും, തിരുവാതിര കളിക്കാൻ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ കുറെ ഓഡിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാവും, ഭയങ്കര സന്തോഷം ഉണ്ടാവും, അല്ലെ? കളിക്കാനൊരു എനർജി ഉണ്ടാവും, നല്ലൊരു ഉത്സാഹം കഴിക്കും. അത് 3-4 പേര് അവിടെ ഇവിടെ വെറുതെ ഇങ്ങനെ ഇരിപ്പുണ്ടെങ്കിൽ അവള് എന്തിനെ കളിക്കണ എവിടെയെന്ന് തോന്നും, ഇല്ലേ? അത് തന്നെ. അപ്പോ ഇവരെല്ലാം കൊന്നു കഴിഞ്ഞിട്ട് പിന്നെ എന്റെ വിജയം ആര് കാണാൻ പോകും? പുതിയ ആൾക്കാർ വന്ന് കാണും. എന്നെ അറിയുന്നവർ കാണണം, എന്നെ അറിയുന്നവർ എന്റെ വിജയം കാണണം, അപ്പോഴേ എനിക്ക് സന്തോഷമുള്ളൂ. അതൊരു സെൽഫിഷ് തിങ്കിങ് ആണ്, മനസ്സിലായില്ലേ? കാരണം അവിടെ എന്താ സംഭവിക്കുന്നത്, എന്റെ സെൽഫിഷ്നെസ് അല്ലേ, എന്റെ സന്തോഷം അവിടെ വരുന്നെങ്കിൽ ആ എന്നെ അറിയുന്നവര് ഇത് കാണുമ്പോൾ, അല്ലെ, എനിക്കൊരു സന്തോഷം ഉണ്ടാവും. അവിടെ ഒരു പ്രൈഡ്, അഹംഭാവത്തിന്റെ ഒരു കുറെ കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. നമ്മുടെ കയ്യിൽ നിന്ന് പോകേണ്ട സാധനങ്ങളാണ് ഇതെല്ലാം. പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് പോയത്. കാരണം നമ്മൾ എന്താഗ്രഹിക്കും, നിറയെ ഓഡിയൻസിനെ ആഗ്രഹിക്കും, അല്ലെ? പക്ഷെ അവിടെ ആര് മതി? ഭഗവാൻ മതി, ഭഗവാൻ മാത്രം മതി. ഭഗവാനെ അവിടെ കാണണം. നമ്മൾ ഒരു അമ്പലത്തിൽ കളിക്കും, ഇന്ന സ്ഥലത്ത് കളിക്കുമ്പോൾ അവിടെ ഒരു വിളക്ക് കത്തിക്കുമ്പോൾ അവിടെ ഭഗവാന്റെ പ്രസൻസ് ഉണ്ട്. ഒന്നും നോക്കണ്ട, ഫുൾ കോൺഫിഡൻസിൽ ഭഗവാൻ അവിടെ ഉണ്ടെങ്കിൽ 30 കോടി ദേവീ ദേവതകൾ അവിടെ ഉണ്ട്. ഒരാളും ഓഡിയൻസിൽ വേണ്ട, ആ കോൺഫിഡൻസ് ഉള്ളിൽ വരിക. യെസ്, നമ്മൾ ആരെ അംഗീകരിക്കുന്നു? സുപ്രീം പേഴ്സൺ, മുതലാളി അംഗീകരിക്കുന്നു. എന്നിട്ട് നമ്മൾ കളിക്കുമ്പോൾ ആ ഡ്രൈവർക്ക് AC ഓൺ ചെയ്ത പോലെ നമ്മൾ വളരെ ആനന്ദത്തിൽ ഡാൻസ് കളിക്കും. ഒരു മനുഷ്യനോടെ വേണ്ട, ഭഗവാൻ കണ്ടു, എല്ലാവരും കൂടി വന്ന് കണ്ടിട്ടുണ്ട്. അതാണ് നമ്മൾ ഉണ്ടാക്കേണ്ട കോൺഫിഡൻസ്. അങ്ങനെ നമ്മൾ കുറേശ്ശെയാണ് അങ്ങോട്ട് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഭൗതികമായ ആൾക്കാർ വന്നില്ല എന്ന് നമ്മൾ അഫക്ട് ചെയ്യില്ല, മനസ്സിലായി? അതുപോലെയാണ് ലൈഫിൽ ഓരോ കാര്യങ്ങളും. എല്ലായിടത്തും നമ്മൾ ലിങ്ക് വേറെ സ്ഥലത്തേക്കാണ് ഇപ്പോൾ മാറ്റി പിടിക്കുന്നത്. പിന്നെ അവിടെ ഒരു കാര്യം യൂസ് ചെയ്യുന്നുണ്ട്, മധുസൂദന, അല്ലെ? ഒരു പ്രയോഗം അവിടെ ഉണ്ട്, മധുസൂദന. അത് ശ്രദ്ധിച്ചോ? ഗോവിന്ദ കഴിഞ്ഞു, ഇവിടെ വന്നപ്പോ എന്താ പറഞ്ഞ? രണ്ടാമത്തേല് വേറെ ഇല്ല. ഇവിടെ മധുസൂദന, അടുത്തതില് ജനാർദ്ദനാണ്. മധുസൂദനൻ ഉണ്ട് ഇവിടെ, മധുസൂദനൻ നായരുണ്ട്. അപ്പൊ മധുസൂദനൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും മധു എന്ന അസുരനെ വധിച്ചവൻ എന്ന് പറയും, അല്ലെ? മധു എന്ന് പറയുന്ന അസുരൻ ആരാണ് മധു എന്ന് പറഞ്ഞ? എന്തിനാണ് ഇവിടെ മധുസൂദന എന്ന് വിളിക്കണമെന്ന് അറിയൂ? മധു എന്ന അസുരൻ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താ? മധുവും എന്താണ്? കൈടബൻ അല്ലെ? കൈടബൻ അല്ലേ? മധുവും കൈടബനുമാണ് രണ്ടുപേരും. ഇവര് 2 അസുരന്മാരെങ്ങനെ ഉണ്ടായത്? ഈ 2 അസുരന്മാരില് മധു റെപ്രസെന്റ് ചെയ്യുന്നത് തമോ ഗുണത്തിനെയും കൈടബൻ റെപ്രസെന്റ് ചെയ്യുന്നത് രജോ ഗുണത്തിനെയും. ഇവർ രണ്ടുപേരും ഈ കഥ എനിക്ക് തോന്നണത് ഇത് പറയാം, എന്നിട്ട് കഥ പറയാം. ഇവര് റെപ്രസെന്റ് ചെയ്യുന്നത് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ. അപ്പോ മധുസൂദന എന്ന് വിളിക്കുന്നപ്പോ ഒരു ഡബിൾ മീനിങ് ഉണ്ട് അർജുനന്. എന്താണെന്നറിയോ? ഇത്രയും കുടുംബക്കാരൊക്കെ അവിടെ ഉണ്ട്, ഇവരെയൊക്കെ കൊന്നിട്ട് പിന്നെ എനിക്ക് എന്ത് രാജ്യം നേടാം? മധുസൂദന എന്ന് വെച്ചാൽ മധുവിനെ കൊന്നവനെ, അജ്ഞാനത്തെ കൊന്നവനെ, അല്ലെങ്കിൽ തമോ ഗുണത്തെ നശിപ്പിച്ചവനെ, എന്റെ ഉള്ളിൽ വല്ലതുണ്ടെങ്കിൽ നീ നശിപ്പിച്ചോ, അതിനെ നശിപ്പിച്ച് എന്നെ നിനക്ക് രക്ഷിക്കാം, മനസ്സിലായില്ലേ? മധുസൂദന എന്ന് അവിടെ വിളിക്കാം, അല്ലെങ്കിൽ വേറെ പേര് വിളിക്കാമല്ലോ. ഗോവിന്ദ അവിടെ വിളിച്ചു, ഇന്ദ്രിയങ്ങൾ എന്റെ കാര്യം നീ മനസ്സിലാക്കൂ, പക്ഷെ അതിന്റെ ഒപ്പം ഇവിടെ മധുസൂദന എന്ന് വിളിക്കുന്നു. അതാണ് വേറെ കാര്യം. അപ്പൊ ഈ ഓരോ വിളികളിലും ഓരോ കാര്യങ്ങളുണ്ട്. ഗോവിന്ദ വിളിച്ചു, മധുസൂദന. അടുത്തതിൽ ജനാർദ്ദനാണ്. ലാസ്റ്റത്തെ ശ്ലോകത്തിൽ പറയുന്നത് സ്യാ ജനാർദ്ദന, അല്ലെ? ആ പ്രീതി സ്യാ ജനാർദ്ദന എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ തന്നെ പറയുന്നത് ജീവജാലങ്ങളുടെ രക്ഷകനാണ്.
പക്ഷെ വേറെ അർത്ഥം കൂടി ഉണ്ട്, ജന അർദ്ദന. ജനം എന്ന് വെച്ചാൽ ആൾക്കാര്, അർദ്ദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലലും ഉണ്ട്. അപ്പോ ജീവജാലങ്ങളുടെ രക്ഷക എന്ന് വിളിക്കുന്നുണ്ട്, ഒപ്പം തന്നെ മനുഷ്യരെ മുഴുവൻ കൊല്ലുന്നവനെന്നുള്ള വിളിയുണ്ട്. എന്തിനാ? എനിക്ക് യുദ്ധം ചെയ്ത് വരുന്ന കൊല്ലാൻ, നീ തന്നെ കൊന്നോ എന്നുള്ള മീനിങ്ങും അവിടെ ഉണ്ട്. അപ്പൊ ഈ മധുസൂദനന്റെ പറഞ്ഞപ്പോൾ മധു ആൻഡ് കൈടപൻ, കൈടപനല്ലേ കൈടായല്ലേ, സെക്കൻഡ് ടായ കൈടപനാണ്. അപ്പോ ഈ അവരുടെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഭഗവാന്റെ സുപ്രീമസി എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമുക്ക് നരസിംഹ ജയന്തി ഉണ്ടായിരുന്നു അല്ലെ, ഹിരണ്യകശിപു ആയിരുന്നു. അപ്പൊ നമുക്ക് രാമായണം വരുമ്പോൾ നമ്മൾ രാവണന്റെ കാര്യം പറയും. നമ്മൾ ഇന്നാൾ പറഞ്ഞു വരാം, രാവണൻ ചെയ്ത മണ്ടത്തരം എന്താണ്? രാവണൻ ചെയ്ത് ലക്ഷ്മിപതിക്ക് പകരം ലക്ഷ്മിയെ കൊണ്ടുപോയി അല്ലെ, മാധവിയെ കൊണ്ടുപോയി മാധവന് പകരം. അപ്പൊ എന്ത് പറ്റി? ഭഗവാനിൽ നിന്ന് ഐശ്വര്യത്തിന് വേർപെടുത്താൻ നോക്കി. അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാൽ നാശം സംഭവിച്ചു. ഹിരണ്യകശിപു എന്താ ചെയ്ത് കഴിഞ്ഞ നമ്മുടെ ഹിരണ്യകശിപു എന്ന് വെച്ചാൽ, ഹിരണ്യം എന്ന് പറഞ്ഞാൽ സ്വർണമാണ്. സ്വർണം എന്ന് വെച്ചാൽ എന്തിനെ സൂചിപ്പിക്കുന്നു? അത് ഐശ്വര്യത്തെ സൂചിപ്പിക്കുന്നു. കശ്യപ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ സോഫ്റ്റ് ആയിട്ടുള്ള ബെഡ് എന്നുള്ള മീനിങ് ആണ്. അത് ഭോഗത്തെ സൂചിപ്പിക്കുന്നത്, അത് ശൈക്കലാവാം എന്തുവാം. അപ്പൊ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെത്ത ഭോഗത്തെ സൂചിപ്പിക്കുന്നു. ഹിരണ്യകശിപു എന്ന് പറഞ്ഞാൽ ഭോഗൈശ്വര്യങ്ങളെ സൂചിപ്പിക്കുന്നു. അപ്പൊ രണ്ടാമത്തെ അധ്യായത്തിൽ ശ്ലോകമുണ്ട്, ഭോഗൈശ്വര്യ പ്രസക്താനാം തയാപകൃത ചേതസാം വ്യവസായാത്മിക ബുദ്ധി സമാധൗന വിധീയത. 2.44 ഭഗവാൻ പറയുന്നുണ്ട് ഭോഗൈശ്വര്യ പ്രസക്താനാം. ഹിരണ്യകശിപു എന്ന് വെച്ചാൽ ഭോഗൈശ്വര്യത്തിന്റെ റെപ്രസെന്റേറ്റീവ് ആണ്, ടോപ്പ് മോസ്റ്റ് റെപ്രസെന്റേറ്റീവ് ആണ്. സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയാലോ, മകനെ പല രീതിയിലും ചെയ്യാൻ അത് വലിയൊരു കഥയാണ്, എല്ലാവർക്കും അറിയാൻ പറ്റും. പക്ഷെ എന്ത് സംഭവിച്ചു? ലാസ്റ്റ് നാശം സംഭവിച്ചു. പക്ഷെ എന്നിട്ട് പോലും പുത്രൻ പ്രഹ്ലാദൻ ഒരു ഭക്തനായതുകൊണ്ട് ആ ഹിരണ്യകശിപുവിന് വരെ ഭഗവാൻ മോക്ഷം കൊടുത്തു. അപ്പൊ അവിടെ നോക്കുക, ആ ഒരു ഭക്തനോടുള്ള വാത്സല്യമാണ്, മറ്റേ ആളോടുള്ള പ്രതികാരം ഭഗവാൻ വയ്ക്കുന്നില്ല ഒരിക്കലും. അത് എപ്പോഴും. അപ്പൊ അതാ പറഞ്ഞ. അപ്പൊ ആ ശ്ലോകം ഈ 2.44 പറയുന്ന അതാണ് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു ശ്ലോകം കൂടിയാണ് അത്. തയാപകൃത എന്ന് വെച്ച് കഴിഞ്ഞാല് ഭൗതിക ഭോഗങ്ങളിലും സുഖാനുഭൂതികളിലും തൽപരരായിട്ട് അല്ലെങ്കിൽ ഭയങ്കരമായ ആസക്തി ഉള്ളവരും ഇതിനെക്കുറിച്ച് ഓർത്ത് പരിഭ്രാന്തരായവർ എന്ന് വെച്ചാൽ പല ആൾക്കാരും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെ വറീഡായിട്ട് പരിഭ്രാന്തം. ഇങ്ങനെയുള്ളവർക്ക് നേരാമണ്ണം ഭക്തിയുത സേവനം നടത്താൻ വേണ്ടുന്ന നിശ്ചയദാർഢ്യം ഉണ്ടാവില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അതാണ് ആ ശ്ലോകത്തിന് മീനിങ്. എന്ന് വെച്ചാൽ നമ്മൾ ഈ സുഖഭോഗങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡിവോഷണൽ സർവീസിൽ അഡ്വാൻസ് ചെയ്യാനായിട്ടുള്ള ആ ഒരു സ്റ്റഡി മൈൻഡ് നമുക്ക് കിട്ടില്ല, ഡിറ്റർമിനേഷൻ നമുക്ക് കിട്ടില്ല എന്നാണ്. അപ്പോ അതെന്തിനാ പറഞ്ഞ് ഞാനിത് പറഞ്ഞു വന്നപ്പോ ഇത് പറഞ്ഞു. അപ്പൊ ഈ മധു ഭഗവാൻ വിഷ്ണുവിന്റെ യോഗനിദ്ര സമയത്ത് അങ്ങനെ പറയുന്നു അല്ലെ, ഈ ചെവിയുടെ വാക്സ് അങ്ങനെ ഇതിന്ന് അങ്ങനെ പറയുന്നുണ്ട്, താമരയുടെ ഡ്രോപ്പിൽ നിന്ന് പറയുന്നുണ്ട്. ഈ 2 പേര് യോഗനിദ്രയിലായി കഴിഞ്ഞപ്പോ ഇങ്ങനെ നമ്മുടെ ഈ ഉറങ്ങുമ്പോൾ നമ്മുടെ വാക്സ് പോകും, അറിയില്ലേ, ചെവിട്ടിലെ വാക്സ് ഇങ്ങനെ അല്ലെ കുറച്ച് ഡ്രൈ ആയിട്ട് വീണു. അപ്പൊ അങ്ങനെ 2 പേർക്കും മധുവും ഈ കൈടഭനും ജനിക്കണം അങ്ങനെയാണ്. അപ്പൊ അവരുണ്ടായി കഴിയുമ്പോൾ സൃഷ്ടിച്ച് ബ്രഹ്മാവ് മാത്രം കണ്ടൊക്കെ ഉള്ളൂ ആ സമയത്ത്. അപ്പൊ ഇവര് ഉണ്ടായി കഴിഞ്ഞപ്പോ ഇവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇവർക്ക് ആരെയും കണ്ടുകൂടാ, ഇവര് വെള്ളത്തിലെങ്ങാണ്ട് കിടക്കും. അപ്പൊ ഇവര് അവിടെ നിന്ന് ഭഗവതി അതായത് ദേവിയാണ് തപസ് ചെയ്യുന്നത്. ദേവിയെ തപസ് ചെയ്യുമ്പോൾ ലക്ഷ്മി ദേവിയാണ് തോന്നുന്നു. തപസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഉഗ്ര തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് തപസ് ചെയ്തിട്ട് അവർക്ക് എന്ത് വേണം, വരം എന്ത് വേണം എന്ന് ചോദിച്ചാൽ പറയും ഞങ്ങള് വിചാരിക്കുമ്പോൾ ഞങ്ങൾ മരിക്കാൻ പാടുള്ളൂ. ആയിക്കോട്ടെ. അപ്പൊ തപസ്സിന്റെ ശക്തി കൊണ്ട് ആ വരം കൊണ്ട് കൊടുക്കുകയും ചെയ്യും. അപ്പൊ അവരെ കിട്ടിയ തന്നെ ഇവർക്ക് എന്ത് പറ്റി? ഹംബിൾനെസ് അല്ല, വരെന്താ അഹങ്കാരം വന്നു അല്ലെ. ഇവർ ആദ്യം നമുക്ക് എല്ലായിടും ഒന്ന് കറങ്ങി നോക്കാന്ന് പറയുമ്പോൾ മുകളിൽ ആരാന്ന് നോക്കാം. അവിടെ ചെന്നപ്പോ എന്താ, അവിടെ ഒരാൾ ഇരിപ്പുണ്ട് താമരയുടെ മുകളിൽ, ബ്രഹ്മാവ്. അപ്പൊ പറഞ്ഞു നമ്മളുമായിട്ട് ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഇരുന്നാൽ മതി, അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ ഇരിക്കും. അപ്പൊ ബ്രഹ്മാവിന് കാര്യം പണിയാന്ന് വെച്ചാൽ ബ്രഹ്മാവ് എനിക്ക് അവിടെ നിന്ന് സ്ഥലം വിട്ട് ഓടി. കാരണം വെച്ചാൽ ബ്രഹ്മാവിനെ അറിയുന്ന വരം കിട്ടിയിട്ടാണ് ഈ മധുവും കൈടവനും വന്നിരിക്കുന്നത്. അപ്പൊ ബ്രഹ്മാവ് പോയപ്പോ ഇവരെന്ത് ചെയ്തു? ഇവര് വേദങ്ങൾ എടുത്തുണ്ട്. അങ്ങനെയാണ് മധുവാണ് വേദങ്ങൾ, ബ്രഹ്മാവിന്റെ നിന്ന് വേദങ്ങൾ മോഷ്ടിക്കുന്നത്. അതാണ് ഹയഗ്രീവനായിട്ട് ഭഗവാൻ വന്നത്. അപ്പൊ ഇവിടെ അപ്പൊ നമുക്ക് തോന്നുന്നു എങ്ങനെയാണ് ഭഗവാൻ ഇവരുടെ വിചാരിച്ചാലല്ലേ നടക്കുള്ളൂ അല്ലെ. അപ്പൊ ഭഗവാന്റെ ഹിരണ്യകശിപുവിന്റെ എന്തെല്ലാം ക്ലോസസ് വെച്ചു, എന്തെല്ലാം കണ്ടീഷൻസ് വെച്ചിട്ട് ഹിരണ്യകശിപുവിനെ ഭഗവാൻ എല്ലാ റൂൾസും ബ്രേക്ക് ചെയ്ത് വന്നിട്ട് അല്ലെ കൊന്നില്ലേ. എന്തെല്ലാം പറഞ്ഞു, പകല് പാടില്ല, രാത്രി പാടില്ല, മറ്റേ എന്താ പറയുക, മൃഗം പാടില്ല, മനുഷ്യൻ പാടില്ല,
അകത്ത് പുറത്ത് പാടില്ല, അങ്ങനെ എല്ലാം ഉമ്മറപ്പടിയിൽ അങ്ങനെ എന്തെല്ലാം ആയുധം പാടില്ല, ചെയ്യാം, എന്തെല്ലാം ചെയ്താലും അതാണ് ഭഗവാന്റെ സുപ്രീമസി എന്ന്. അതുപോലെ ഇവിടെയും ഇവര് പറഞ്ഞു നടക്കില്ല. അപ്പോ എന്ത് ചെയ്തു എന്ന് വെച്ചാല് യുദ്ധം ആരംഭിച്ചു. ഇവര് ബ്രഹ്മാവിനെ തപ്പിച്ചെന്നു, ബ്രഹ്മാവ് വൈകുണ്ഠത്തിൽ നിൽക്കുന്നു. ഇതെന്താണ് ഇവിടെ നമ്മളുമായിട്ട് ഫൈറ്റ് ചെയ്യണം എന്ന് പറയും. അപ്പൊ വിഷ്ണു പറയും അദ്ദേഹത്തിന് വിട്, ഞാനുമായിട്ട് ഫൈറ്റ് ചെയ്തത്. അങ്ങനെ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ഫൈറ്റ് ചെയ്യുന്നവർ. അപ്പോൾ അത്ര ആയിരക്കണക്കിന് വർഷം ഫൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവരുടെ ഇടയ്ക്ക് ബ്രേക്ക് ചോദിക്കും. കാരണം ഭയങ്കര ഫൈറ്റില്ല, ആയിരക്കണക്കിന് വർഷം. അപ്പൊ വിഷ്ണു പറയും, ഇവരിങ്ങനെ ബ്രേക്ക് എടുക്കുമ്പോൾ വിഷ്ണു ദേവിയോട് പറയും, ദേവിയാണല്ലോ ഈ വരം കൊടുത്തത്, എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ ദേവി അതിന്റെ ഒരു എഫക്റ്റ് ഉണ്ടാക്കി വരില്ല. അപ്പൊ ഇവരിങ്ങനെ തളർന്നിങ്ങനെ ഇരിക്കുമ്പോൾ ഭഗവാൻ ഈ ഐഡിയ ഭഗവാൻ കൊടുക്കും എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ ഇവര് പറയും, ഭഗവാൻ പറയും, നിങ്ങൾ ഇത്രയും എൻ്റെ അടുത്ത് ഇതുപോലെ പിടിച്ചു നടന്ന ആരുമില്ല. നമ്മൾ പറയില്ലേ, നമ്മൾ തുല്യ ശക്തികളാണെന്നൊക്കെ പറയും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വരം എന്നോട് ചോദിക്കാന്ന് പറയും. ഇവരോട് പറയും. ഇതെന്താണെന്നറിയും, ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് മെസ്സേജ് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അവരെന്ത് പറയുന്ന അറിയോ, എന്തിനാണ് ഇയാളുടെ വരം ഞങ്ങൾക്ക് ആൾറെഡി എപ്പോ വരിക്കുന്നുള്ള വരം ഉണ്ടല്ലോ, അതിന്റെ മുകളിലൊരു വരം ഇനി ഇല്ലല്ലോ. അപ്പൊ പറയും, നിങ്ങൾ ഇതൊന്നും ഞങ്ങളോട് വരമൊന്നും തീർച്ചയാണ്ട, ഒരു കാര്യം ചെയ്തോ, ഞങ്ങൾ എന്തായാലും നിങ്ങളെ തട്ടും, വിഷ്ണുവിനെ തട്ടും ഞങ്ങൾ. അപ്പോ ഒരു കാര്യം ചെയ്തോ, ഞങ്ങളോട് എന്തെങ്കിലും വരം വേണമെങ്കിൽ ചോദിച്ചോളാം. ഇതാണ് ഭഗവാൻ ചെയ്ത ടെക്നിക്ക്. അപ്പൊ അത് കേട്ട വഴി ഭഗവാൻ പറയും, യെസ്, എന്റെ കൈ കൊണ്ട് നിങ്ങളെ എനിക്ക് വധിക്കണം, ആ വരം തരാം. അപ്പൊ വാക്ക് പറഞ്ഞുകൊണ്ട് വരം കൊടുക്കും. അപ്പൊ തന്നെയാണ് ഹയഗ്രീവപ്പം കുതിരയുടെ തലയായിട്ട് വന്നിട്ട് രണ്ടുപേരെ പിടിച്ചിട്ട് ഇങ്ങനെ ഇടിച്ച് ആ കുത്തുന്നത്, രണ്ടുപേരെ ഒറ്റയടിക്ക് തീർത്തത്. അപ്പൊ നോക്കിയേ, അവിടെ ഇത് ഞാൻ ചുരുക്കി പറഞ്ഞാണ്, പക്ഷെ അവിടെ കണ്ടോ ഒരു രീതിയിലും നമ്മൾ ആ സുപ്രീമസി നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. എന്തൊക്കെ ചെയ്താലും മധു ആയാലും കൈടവനായാലും ഹിരണ്യകശിപു ആയാലും രാവണനായാലും ഭഗവാൻ അത് തീർത്തിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ മെസ്സേജ് നമ്മൾ മനസ്സിലാക്കി ഭഗവാന്റെ സുപ്രീമസി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ ഭഗവാൻ പറയുന്നത് നമ്മൾ ഒബേ ചെയ്യാൻ തുടങ്ങും എന്നുള്ളൊരു പോയിന്റാണ് ഇവിടെ പറയുന്നത്. ഒരു ശ്ലോകം കൂടി എടുക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ശ്ലോകം കുറച്ചും കൂടി ഉണ്ട് കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ സെക്കൻഡ് റീസൺ നമ്മളിപ്പോൾ പറഞ്ഞു ലോജിക്കൽ. ഈ ഒരു ശ്ലോകത്തോട് കൂടിയിട്ട് ആ ലോജിക്കൽ ആർഗ്യുമെന്റ്സ് ആണ് ഇവിടെ വരുന്നത്. അതാണ് അപ്പൊ ഇവിടെ പറയുന്നത്. അപ്പൊ ഈ മധുസൂദന എന്ന് പറയുന്നതിൽ അപ്പൊ അങ്ങനെ ഒരു ഉണ്ട്. കാരണം ഈ മധു, ഞാൻ നേരത്തെ പറഞ്ഞ നെഗറ്റിവിറ്റി ഇഗ്നറൻസിനെയൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പൊ അത് വെളിയിലൂടെ എന്നിലുള്ള അതിനെയും കൂടി ഒന്ന് നശിപ്പിക്കാനുള്ളൊരു ഹിന്റ് കൂടി അവിടെ കൊടുക്കുന്നതാണ്. അതാണ് പറയുന്നത്. ജനാർദ്ദന എന്ന് പറഞ്ഞതിന്റെ മീനിങ് അത് തന്നെ. അതാണ് ഇന്നത്തെ ശ്ലോകങ്ങളിൽ. ഹരേ കൃഷ്ണ.